स्वामी नमस्ते नदलोकबन्धो कारुण्यसिन्धो पतितं भवतु मामोत्तराग्नीयकटाक्षवृष्ट्या विद्वाधिकारुण्य सुधाविदृष्ट्या श्रीगुरुभ्यो प्रविश्य मम वाचमिमं प्रसुप्तं सञ्जीवयत्य किल शक्तिधरस्वदाम्नाः अन्याश्च हस्तचरणश्रवणत्वगादीः प्राणान्नमो भगवते पुरुषाय तुभ्यं प्राणान्नमो भगवते पुरुषाय तुभ्यं पीतम्बरं करविराजितशङ्खचक्रकौमोदगी संसिकं करुणासमुद्रं राधासखायमतिसुन्दरमन्दहासं महालेश नैशं हृदि भावयामि श्रीगुरुवायूरप्पा शरणं सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द नारायण 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 सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द ഒരു കസേരയിൽ നിന്നിട്ട് മറ്റൊരു കസേരയിലോട്ട് മാറിയിരിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ ചിന്തിക്കാം. ഓരോ വേഷം കിട്ടുന്നു, ഭഗവാനിൽ നമ്മളെ ഓരോ വേഷം കെട്ടിക്കുന്നു. അതിനനുസൃതമായിട്ട് നമ്മൾ ആ വേഷനെ ആടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ട് ഏതാണ്ട് 10-15 വർഷം മുൻപ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതാണ്. ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പരിചയപ്പെട്ടതാണ്. അന്ന് മുതൽ ഇതുവരെ ഞങ്ങളുടെ സൗഹൃദം ഇങ്ങനെ തുടർന്നു പോകുന്നു. അങ്ങനെ തുടർന്നു പോകുമ്പോൾ പ്രഥമ ദിവസം തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ സ്തുതി അതേ സംബന്ധിച്ചിടത്തോളം എന്നോട് സംസാരിക്കാൻ, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ അദ്ദേഹം എന്നിൽ അർപ്പിച്ച ആ വിശ്വാസത്തെ പ്രണമിച്ചുകൊണ്ട് മനസ്സിൽ എന്തൊക്കെ തോന്നുന്നോ അതിനനുസൃതമായിട്ട് പറയാനുള്ള ശ്രമം. 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 12,000 ഗ്രന്ഥസംഖ്യയുമുള്ള വേദവ്യാസനാൽ രചിതമായിട്ട് ശ്രീമദ് ഭാഗവതം. കഥാഭാഗങ്ങൾ ശ്രമിക്കുന്നതിനുള്ള അഭിഷിക്തത്തോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ള മഹാമനസ്കരുടെ ഉള്ളിൽ കൂടി കൊള്ളുന്ന ഭഗവത് ചൈതന്യത്തെ പ്രണമിച്ചുകൊണ്ട് വ്യാസനാരദ സംവാദത്തിൽ ആദ്യത്തെ പ്രഭാഷണം തുടങ്ങിക്കഴിഞ്ഞാണ് കുറച്ചു നമ്മൾ കേട്ടതാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ രചനയ്ക്കുള്ള പ്രചോദനം മുഴുവൻ നാരദ ഋഷി വേദവ്യാസന് കൊടുത്ത് അതിനുശേഷം വേദവ്യാസൻ ശ്രീമദ് ഭാഗവത രചന സമാരംഭിക്കുന്നു. അങ്ങനെ സമാരംഭിക്കുമ്പോൾ തന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന ദുര്യോധനനെ നമ്മുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് യുദ്ധമെല്ലാം തീർന്നതോടുകൂടി ഇനി മരണമല്ലാണ്ട് മറ്റൊന്നും എൻ്റെ മുന്നിലില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന ദുര്യോധനനെ ഒരുപക്ഷെ വേദവ്യാസൻ ഉദ്ദേശിക്കുന്നത് നമ്മളെയൊക്കെ ആകാം. കുറെ കാലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങ് പോയാൽ മതിയെന്ന്. പലപ്പോഴും അവരെ സംബന്ധിച്ച് പറയാറുള്ള നമുക്കൊരു ആശയത്തെ പറയാൻ പോലും അറിയില്ല എന്ന് പറയാറുണ്ട്. എന്തെന്നാൽ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇതുവരെ ആരെയൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ടിയിരുന്നത് എന്നോട് ഇമ്പയിലാണ്. അർത്ഥം അവിടെ തന്നെ ഉണ്ട്. രണ്ടാൾക്കും നമുക്ക് ഒരു കാര്യം പറയാൻ പോലും അറിയത്തില്ല എന്ന് പറയാറുള്ളതെ സംബന്ധിച്ചിടത്തോളം ഇതുമാകട്ടെ. അതുകൊണ്ട് നമ്മളുടെ കാര്യമാണ് പലപ്പോഴും അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. ദുര്യോധനങ്ങളുടെ വീട് കിടക്കുന്നോ ദുര്യോധനത്തോട് തുടങ്ങുന്നോ ഇല്ലയോ എന്നുള്ളത് മാറ്റി വെച്ചാൽ നമുക്കും ജീവിതത്തിൽ ആശ്രയിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന്
അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ള ആശയത്തെ ആദ്യം തന്നെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. അങ്ങനെ ഭാഗവത രചന തുടങ്ങുമ്പോൾ ആ അധ്യായത്തിൽ തന്നെ പിന്നീട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉണ്ടാകുന്ന ആ സന്ദർഭങ്ങളൊക്കെ വിവരിച്ച് കൊന്ന് അവസാനത്തെ അവരുടെ നേതാവായ കൗരവരുടെ നേതാവായിരുന്ന അശ്വത്ഥാമാവ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ വർണ്ണിച്ച് അതിനുശേഷം വീണ്ടും അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ടു വരുന്ന ഭാഗമൊക്കെ വർണ്ണിച്ച് വന്ന് അവസാനം അശ്വത്ഥാമാവിനെ ശിക്ഷിച്ചു വിടുന്ന ഭാഗമൊക്കെ കാണിച്ചുകൊണ്ട്, കാരണം പിടിച്ചു കയറ്റി കൊണ്ടുവന്നെങ്കിലും അവരെ വരാനായിട്ടൊന്നും സമ്മതിക്കുന്നില്ല. നടത്താൻ തൻ്റെ കുട്ടികളൊക്കെ മരിച്ചെങ്കിലും പറയുകയാണ്, എനിക്ക് വന്നിയ ദുഃഖം മറ്റൊരമ്മയ്ക്ക് വരരുത്, അശ്വത്ഥാമാവിന്റെ അമ്മയായിട്ട് കിളിക്ക് വരരുത് എന്ന് കാണിച്ചുകൊണ്ട് പൊതുവെ നമ്മൾ കാണിക്കാത്ത ഒരു മനോഭാവത്തെ അവിടെ കാണിച്ചു തരുന്നു. എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴാണെങ്കിൽ ദ്രോണരുടെ മരിച്ചതോടുകൂടി ദ്രോണരുടെ മകനായിട്ട് ഇദ്ദേഹമാണ് നിങ്ങളുടെ ഗുരു എന്ന് കൂടി കാണിച്ചു തന്നു. പൊതുവെ പറയാറുണ്ട്, നമ്മൾ തന്നെ നമുക്ക് ജന്മം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപകരണമായി പ്രവർത്തിക്കുന്നതാണ് ഭാര്യ എന്ന്. അതുകൊണ്ട് ആണ് ഈ ദ്രോണര് മരിച്ചതിന് ശേഷം അശ്വത്ഥാമാപുത്രനായിട്ടുള്ള ആള് ദ്രോണരുടെ അതേ രൂപത്തിൽ ഗുരുരൂപേണ കാണണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാകാൻ ജായ എന്നുള്ള ഒരു പദം പോലും ഭാര്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കാണണം? അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ അമ്മയാകുന്ന ഒരു സ്റ്റേജാണ്. എനിക്ക് തന്നെ താൻ എൻ്റെ അമ്മയായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. ഞാൻ മകനായി കൊടുക്കുമ്പോൾ പിന്നെ അമ്മയാകുള്ളൂ. അതുകൊണ്ട് അതൊരു അവസരമാണ്. അമ്മയാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് നമ്മുടെ ഭാര്യയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, മാതൃസ്നേഹം നമ്മളെ കാണിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. നമ്മൾ അത്ര സ്നേഹമൊന്നും കാണിച്ചില്ല, സംരക്ഷിച്ചില്ലെങ്കിൽ പോലും പുരുഷ രൂപേണ നടക്കുന്ന പുരുഷ പ്രജകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയണം, കുറഞ്ഞത് ഒരു 8-9 മാസത്തേക്ക് ഉപദ്രവിക്കാണ്ടിരിക്കാണ്ടെങ്കിലും നോക്കണം. ശരീരത്തിന് അന്വേഷിച്ച് നോക്കിക്കൊള്ളുക. അതെങ്കിലും ചെയ്യാനുള്ള സന്മനസ് കാണിക്കേണ്ടതാണ്, അല്ലേ? എത്ര സമയത്തേക്കെങ്കിലും. ഞാൻ പുരുഷ രൂപേണ എന്നൊക്കെ പറയാനുള്ള കാരണം എന്തെന്നാൽ ഇതൊക്കെ ഒരു രൂപം മാത്രമേ ഉള്ളൂ. ശരിക്കുള്ള പുരുഷൻ്റെതായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് കാണിക്കുന്നത് ഇതെല്ലാം ഉള്ളിൽ കണ്ടിരിക്കുന്നു. അത് കാണാതെ പ്രവർത്തിക്കുന്നത് പുരുഷ രൂപേണ എന്നേ പറയുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം ആൾക്കാരെ നമ്മൾ പറഞ്ഞ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് എന്നോട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല എന്നാണ് പറയുന്നത്. 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് ക്രിസ്ത്യാനിയാണ്, മറ്റൊന്നാണെങ്കിൽ ഇവിടെ എനിക്ക് വന്ന ദുഃഖം ആ അമ്മയ്ക്ക് കരുതേ എന്നുള്ള ഭാവം. ആരൊക്കെ ഈ കാര്യമൊക്കെ പറഞ്ഞാലും അപ്പോൾ തന്നെ അത് ന്യായമാണ്, ധർമ്മം, ന്യായം, സകരണം, നിർവീകം എന്നൊക്കെ പറയുന്ന ആളോട്ട് നമ്മുടെ ധർമ്മപുത്രർ. ധർമ്മപുത്രർ ഏതൊരു കാര്യം പറഞ്ഞോ, പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളാണ് അംഗീകരിക്കുന്നവർക്ക് രണ്ടുപേരുണ്ട്, നഗരവും സകലവും. ധർമ്മപുത്രർ പറയുന്നത് ശരിയാകട്ടെ തെറ്റാകട്ടെ അതിനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യാണ്ട് അപ്പോഴെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും നഗരവും സകലവും. പക്ഷെ ഭീമസേനന് ഇത് സ്വീകാര്യമൊന്നുമല്ല, ഈ പറയുന്ന കാര്യമൊന്നും സ്വീകാര്യമല്ല. ഇങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള സന്നിഗ്ധാവസ്ഥയിൽ എത്തിച്ചേർന്നതോടുകൂടി അതിന് നേരെ കൃഷ്ണന്റെ നേരെ തന്നെ വിളിക്കുന്നത്. ആലോകനം എന്ന് പറയുമ്പോൾ വെറും നോക്കിയത് മാത്രമല്ല, എനിക്ക് മറ്റാരും ആശ്രയമില്ല എന്ന ചിന്താഗതിയോടുകൂടി നോക്കുന്ന അവസ്ഥയാണ് ആലോകനം. അപ്പൊ അദ്ദേഹം പറയുന്ന ശ്രദ്ധമാണെങ്കിൽ ബ്രഹ്മബിന്ദുവാണ്, കൊണ്ട് കൊല്ലാൻ പാടില്ല. ബ്രഹ്മബിന്ദു എന്നുള്ളത് ഉപയോഗിക്കാൻ കാരണം ബ്രാഹ്മണനാണെങ്കിൽ പോലും ബ്രാഹ്മണന്റേതായ ആ ഒരു രീതിയിൽ ജീവിക്കാത്തത് കൊണ്ടൊക്കെ ബ്രാഹ്മണൻ വിളിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മബിന്ദു എന്നേ പറയുന്നത്. എന്നാൽ പോലും കൊല്ലാൻ പാടില്ല. പക്ഷെ ചെയ്ത പ്രവൃത്തിയൊന്നും ശരിയല്ലാത്തത് കൊണ്ട് ആദതായിയാണ് അതുകൊണ്ട് അർത്ഥന. ബ്രാഹ്മണരെ വഹിക്കുന്നതിനുള്ള പല പല ഉപായങ്ങളുണ്ട്. അതനുസരിച്ച് അവരുടെ സ്വത്ത് കണ്ടു കെട്ടുക, അവരെ നാട് കടത്തുക,
അവരുടെ മുടി മുറിച്ച് കളയുക, ഇങ്ങനെ പല പല രീതികൾ ഉള്ളതുകൊണ്ട് അതിലൊന്ന് അനുവർത്തിച്ചുകൊണ്ട് അവർ ശരിക്കും അശ്വത്ഥാമാവിന്റെ മുടിയൊക്കെ മുറിച്ച് അല്ലെങ്കിൽ സെക്സിലുണ്ടാകുന്ന മണിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ എന്നും ഈ രക്തവും ഒലിപ്പിച്ചുകൊണ്ട് ചിരഞ്ജീവിയായി ജീവിക്കാനുള്ള അനുഗ്രഹം കൂടെ തുറന്നു വിടുന്നു. തുടർന്നാണ് എങ്കിൽ ഏതൊരു ഉദ്ദേശത്തോടു കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ എത്തിച്ചേർന്നോ അതെല്ലാം നിർവഹിച്ച് പൂർത്തീകരിക്കുന്നതോടെ അവിടുന്ന് ദ്വാരയ്ക്ക് മടങ്ങാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ദ്വാരയ്ക്ക് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ ആശ്രയിക്കുകയാണ്, ഉത്തരാദേവി ആശ്രയിക്കുന്നു. അങ്ങനെയല്ലാണ്ട് മറ്റൊന്നും എനിക്ക് അഭയമില്ല എന്ന് പറഞ്ഞ് അന്യന്തത ഭയം പശി അത്ര മൃത്യു പരസ്പരം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൃത്യു മറ്റൊരു മൃത്യുവിനെ സംരക്ഷിക്കാൻ എന്ന് പറയാം. ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറയുന്ന ഡോക്ടർ പോലും മൃത്യുവിന് അനുഭവപ്പെട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരു മൃത്യുവാണ് മറ്റൊരു മൃത്യുവിനോട് പറയുന്നത് ഞാൻ നിന്നെ സംരക്ഷിച്ചതാണ്. ഈ പറയുന്ന ആളുകൾ അതിൽ നിന്ന് പോകും, ഇതിന്റെ സംരക്ഷണം. അതാണ് എത്ര മൃത്യു പരസ്പരം, ഒരു മൃത്യു മറ്റൊരു മൃത്യുവിനെ സംരക്ഷിക്കാമെന്നാണ് പറയുന്നത്. അടുത്താണ് അന്യന്തത ഭയം. അങ്ങനെയാണ് എല്ലാവരും എനിക്ക് അഭയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്ന അവസ്ഥ. അത് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ ഏതായാലും സംരക്ഷിക്കുകയാണ്. സർവഭൂതാനം അല്ലേ, സർവഭൂതാനം അല്ലേ, അങ്ങനെ എല്ലാത്തിന്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആളാണ് ഭഗവാൻ. പ്രത്യേകിച്ച് വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വമായ ആവരണോദ്ഗർഭം വൈരാഗ്യ ഗുരുതന്തവൈ എന്നാണ് പറയുന്നത്. സ്വന്തമായി ഉപയോഗിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിച്ച് അതിൽ നിന്നും രക്ഷിച്ചു എന്നും അവിടെ പറയുകയാണ്. അങ്ങനെ ആ പരിദേവനം, ആദ്യത്തെ ഒരു പരിദേവനമാണത്. അതുകൂടെ കേട്ട് അതിന് ഏതായാലും ഒരു നിവൃത്തി വരുത്തോടു കൂടിയാണ് ഇനി ഏതായാലും ദ്വാരകയിലേക്ക് മടങ്ങിയേക്കാം എന്ന് ആലോചിക്കുന്ന സമയത്താണ് അടുത്തയാള് ആശ്രയിക്കുകയാണ് കുന്തിദേവി. അങ്ങനെ ആണ് ആ സന്ദർഭത്തിലോട്ട് വരുന്നത്. വിഷയമായിട്ട് വന്നിരിക്കുന്ന കുന്തി സ്തുതിയും വിഷ്ണുസ്തുതിയുമായതുകൊണ്ട് നമ്മൾ അവിടെ എത്തുകയാണ്. അത് അങ്ങനെയാണ് കുന്തിദേവി ആശ്രയിക്കുകയാണ്, ഭഗവാനെ ആശ്രയിക്കുന്ന ഭാഗം. ഈ കുന്തിദേവിയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാല് അല്പം നമ്മൾ പുറകോട്ട് മാറി ചിന്തിച്ചാല് പ്രശസ്തമായിട്ടുള്ള ഭാരതത്തിലെ രണ്ട് വംശ പരമ്പരകളാണ് സൂര്യവംശവും ചന്ദ്രവംശവും. ഇങ്ങനെ ഈ രണ്ട് വംശത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന ആ വംശത്തില് ശരിക്കും ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള അത്രി മഹർഷി അനസൂയയെ വിവാഹം കഴിച്ചതായിട്ടൊക്കെ പറയുന്നതും, അങ്ങനെ ഈ അത്രി മഹർഷിക്ക് അനസൂയയ്ക്ക് ഓരോ ഭഗവത് ചൈതന്യത്താൽ ഉണ്ടാകുന്ന സന്താനങ്ങളെ പറ്റി അവിടെ പറയുന്നതും, ചന്ദ്രനായിട്ടും അതല്ലെങ്കിൽ ദത്താത്രേയനായിട്ടും ദുർവാസാവായിട്ടും ഓരോരോ ഭാവത്തിലുള്ള സന്താനങ്ങൾ, ഓരോരോ ഭഗവത് ചൈതന്യങ്ങളുടെ പ്രതീകമായിട്ടുണ്ടാകുന്ന സന്താനങ്ങളെ പറ്റി അവിടെ വർണ്ണിക്കുന്നതും, പിന്നീട് ആ ചന്ദ്രന്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ആ ചന്ദ്രന് താഴെയിലുണ്ടായ ബുധനെ പറ്റിയൊക്കെ പറയുന്നതും. ആ വംശം പറഞ്ഞു വരികയാണ്. അങ്ങനെ യദുവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ആ യദുവംശത്തിൽ ഉണ്ടായ കാര്യം, അല്ലെങ്കിൽ യദുവംശത്തിൽ പിന്നീട് പുത്രപൗത്രന്മാരിലൂടെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ആ പരമ്പരയിലെ ശൂരൻ എന്നൊരു രാജാവിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടുന്ന് വരുന്നത് ബ്രഹ്മാവും ഒന്ന് വരുന്ന ആ സീക്വൻസിന്റെ ഒരു അടിപ്പുടി ഒന്ന് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നത് ഓരോമാരെ. അങ്ങനെ ഈ ശൂരൻ എന്നൊരു രാജാവ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ മാരിഷ എന്ന് പറയുന്ന ഭാര്യ, ആ മാരിഷയില് അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായിരുന്നു. 10 പുത്രന്മാരുണ്ടായി. മൂത്തയാളിന്റെ പേര് വസുദേവർ എന്നും അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. വസുദേവരാണ് മൂത്ത പുത്രൻ എന്നും. വീണ്ടും 5 സഹോദരിമാര് ഉണ്ടായി എന്നും. ആ 5 സഹോദരിമാരാണ് പ്രകാശ് രാധാദേവി തുടങ്ങിയ 5 കുട്ടികളെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നതും. അങ്ങനെ അതിലെ മൂത്ത പെൺകുട്ടിയായിട്ടുള്ള പ്രഥ, ഈ പ്രഥയെ സത്യത്തില് മറ്റൊരാൾക്ക് ദാനം കൊടുക്കുകയാണ്. കുന്തിഭോജൻ എന്ന് പറയുന്ന സുഹൃത്തായിട്ടുള്ള രാജാവിന് അങ്ങനെ ആ പ്രഥയെ കൊടുത്ത് കുന്തിഭോജൻ എടുത്ത് വളർത്തിയത് കൊണ്ടാണ് കുന്തി എന്ന അവരുടെ നാമം ലഭിച്ചത് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ആരാ എന്താണെന്ന് പറഞ്ഞു എന്നുള്ളതാണ് സംക്ഷിപ്തമായിട്ട് അതിന്റെ ഭാഗം കൊണ്ട് പറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പോൾ സത്യത്തില് ഇവരുടെ ഈ ഇദ്ദേഹത്തിന്റെ ശൂരന്റെ പുത്രി ആയിട്ടാണ് അവിടെ വരുന്നത്. അതിൽ തന്നെ ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ഇതേ രീതിയിൽ
ഈ പ്രഥ കുന്തിഭോജനം കൊടുത്തുകൊണ്ട് കുന്തി ദേവി എന്നൊരു നാമം വന്നു എന്നും അവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഈ കുന്തി ദേവി ആണെങ്കിൽ ദുർവാസാവിനെ ഒരിക്കൽ, അതായത് ഒരിക്കൽ ദുർവാസാവ് കൊട്ടാരത്തിൽ വന്നും ദുർവാസാവിനെ നല്ലപോലെ ശുശ്രൂഷിക്കുന്നതും അങ്ങനെ ദുർവാസാവിനെ ശുശ്രൂഷിച്ച് ദുർവാസാവ് നല്ല വരമൊക്കെ കൊടുത്തിട്ടുണ്ട് കുന്തി ദേവിക്ക്. ആ കൊടുത്ത വരങ്ങളിൽ നിന്ന് പറയുന്നുണ്ടതുപോലെ അതനുസരിച്ച് ഏതൊരു ഭഗവത് രൂപത്തെയും എന്തിനേയും ധ്യാനിച്ചാൽ ആ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അവരോട് അപ്പൊ എന്ത് പറ്റുന്ന പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സന്തോഷത്തിലായിരിക്കും അതനുസരിച്ച് വരമൊക്കെ തരും. അങ്ങനെയുള്ള അനുഗ്രഹമൊക്കെ കുന്തി ദേവിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തതിന് കുട്ടിയായിട്ടുള്ള ഈ കുന്തി വളർന്നു വന്നതോടുകൂടി എന്താണ് പൊതുവെ കുട്ടികൾക്കുണ്ടാകാവുന്ന ഒരു ചാപല്യം എന്നുള്ള രീതിയിൽ കാര്യം ഇങ്ങനെ വരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ വരം എന്താണ് എന്ന് നല്ല തരക്കേടില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് ആ സൂര്യദേവനെ നല്ലപോലെ ധ്യാനിച്ചു. സൂര്യദേവനെ ധ്യാനിച്ചതോടുകൂടി മന്ത്രമൊക്കെ ചോദിച്ചതോടുകൂടി സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നെ പ്രത്യക്ഷപ്പെട്ടാൽ കാര്യങ്ങൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതോടുകൂടി സത്യത്തിൽ വിഹോരിയായി തീർന്നതാണ് കുന്തി. ഏതായാലും അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം സൂര്യദേവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സൂര്യദേവനിൽ നിന്ന് കുന്തിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നതും ആ കുട്ടിയാണ് കർണൻ എന്ന് പറയുന്നത് എന്നും ഇങ്ങനെ വിവാഹം പോലും കഴിക്കാത്ത കുട്ടിക്കുണ്ടായ മറ്റൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനക്ഷതമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് വീണ്ടും ഒരു പെട്ടിയിലൊക്കെ ആക്കി ഒഴുകി കഴിഞ്ഞാൽ നിൽക്കട്ടെ അങ്ങനെ പോയിക്കോളും. ഇതിന്റെ ചരിത്രം അങ്ങനെ കർണന്റെ ചരിത്രത്തെ പറ്റി അങ്ങനെ പറഞ്ഞു പോകുന്നു. അതിന് അദ്ദേഹത്തിനും ഭാര്യയും കൂടി എടുത്ത് വളർത്തുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്ത് പറയട്ടെ. പിന്നീടാണ് ഈ കുരുവംശത്തിൽപ്പെട്ട പാണ്ഡു എന്ന് പറയുന്നയാള് കുന്തിയെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ കുരുവംശത്തിൽപ്പെട്ട പാണ്ഡു വിവാഹം കഴിച്ചു കുന്തിയെ. പക്ഷേ ഈ പാണ്ഡുവിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു ഭാര്യയുടെ പാണ്ഡുവിനുണ്ട്, മാദ്രി എന്നാണ് ആ സ്ത്രീയുടെ പേര്. രണ്ട് ഭാര്യമാരൊക്കെ ഉണ്ട്. ഈ പാണ്ഡുവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരുമായിട്ടുള്ള ആ സംയോഗം അത് അനുവദിച്ചിരുന്നില്ല. അതോടുകൂടി അദ്ദേഹം മരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഏതായാലും അങ്ങനെ ഇവരെ കാട്ടിൽ പോകുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാട്ടിൽ പോയി താമസിക്കുന്നു. അങ്ങനെ കാട്ടിൽ പോയി താമസിച്ചതിനിടയ്ക്ക് ഏതാണെങ്കിലും പാണ്ഡുവിന്റെ മരണവും സംഭവിക്കുന്നു. അങ്ങനെ മരണം സംഭവിച്ചതോടുകൂടി കുന്തി ദേവി എന്ത് ചെയ്യുന്നു? കുന്തി ദേവി ഓരോരോ ദേവന്മാരെയൊക്കെ ആശ്രയിച്ച് അവരിൽ നിന്നുണ്ടായ പിന്നീടുണ്ടായ ഈ കുട്ടികളാണ് ഈ ധർമ്മപുത്രൻ എന്ന് പറയുന്നതും അർജുനൻ എന്ന് പറയുന്നതും ഭീമൻ എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുന്നതും. ഇങ്ങനെ വന്നപ്പോൾ കൂട്ടത്തിലുള്ള മാന്ത്രിക വിഷമമൊന്നും വരുന്നില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് ദുർവാസാവ് പറഞ്ഞു കൊടുത്ത മന്ത്രം മാന്ത്രിക്കും പറഞ്ഞു കൊടുത്ത് മാന്ത്രി അങ്ങനെ അശ്വിനി ദേവകളെ പ്രാർത്ഥിച്ചിട്ട് മാന്ത്രിയിലുണ്ടായ കുട്ടികളാണ് നമ്മുടെ സഹദേവന്മാരെന്നും പറഞ്ഞു വയ്ക്കുന്നു. ഇങ്ങനെ 5 കുട്ടികളാണ് അതിലുള്ളത്. മാന്ത്രി എന്ത് ചെയ്തെന്ന് വെച്ചാല് എന്നേക്കായി എന്റെ കുട്ടികളെ കുന്തി നോക്കിക്കോളുമെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന മാന്ത്രി ഭർത്താവായിട്ടുള്ള പാണ്ഡുവിന്റെ ഇത് സതി അനുഷ്ഠിച്ച് ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിന്റെ ആ ഒരു സീക്വൻസ് നിങ്ങൾ വരുന്നത്. അങ്ങനെ വന്നാണ് കുന്തി ഈ കുട്ടികളുമായിട്ടെല്ലാം നാട്ടിൽ എത്തിച്ചേരുന്നത്. 5 കുട്ടികളുണ്ട്. ഈ കുട്ടികളുമായിട്ടൊക്കെ അവിടെ വരുന്നു. ഇതിൽ നല്ലതുപോലെ ഏതായാലും വളർത്തുന്നൊക്കെ ഉണ്ട്. പക്ഷേ എത്ര നല്ലപോലെയൊക്കെ വളർത്തിയാലും അവിടെ സത്യത്തിൽ ധൃതരാഷ്ട്രത്തോടുള്ള ധൃതരാഷ്ട്രമാണ് രാജാവ്. പാണ്ഡവർക്ക് ഏതായാലും ഇവരൊക്കെ പോയി. അന്ധനാണെങ്കിൽ അതിന് രാജാവകാശം ഇല്ലായിരുന്നു. തൽക്കാലം ഏതായാലും ധൃതരാഷ്ട്രയാണ് ഇങ്ങനെ രാജാവായി കൊടുത്തത്. ധൃതരാഷ്ട്രമാണ് അവിടുത്തെ രാജാവ്. ധൃതരാഷ്ട്രക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ കണ്ണ് കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏത് കണ്ണാ കാണാത്ത എന്നുള്ളതാണ്. അകക്കണ്ണ് എന്നുള്ള കണ്ണായ കണ്ണിലാ കാഴ്ചക്കുറവ് ശരിക്കും പറഞ്ഞാൽ. ഗാന്ധാരിയെ വിവാഹം കഴിച്ചിട്ട് ഗാന്ധാരി ആണെങ്കിൽ അന്ധനാണല്ലോ എന്ന് പറഞ്ഞ ഉടനെ അവനവന്റെ കണ്ണൂടെ മൂടിക്കെട്ടി. ശരിയോ തെറ്റോ എന്നുള്ളത് എന്തോ ആകട്ടെ, അതെല്ലാം അങ്ങനെ മൂടിക്കെട്ടി. ശരിക്കും പറഞ്ഞാൽ അന്ധനായിട്ടുള്ള ഭർത്താവാണ് കൊണ്ട് നേർവഴി കാണിച്ചുകൊണ്ടുള്ള ഉത്തരവാദിത്വം ഇല്ലേ? അതിന് മാനോ ഇല്ലയോ എന്നുള്ള സംശയം എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ആണ് ഗാന്ധാര്യം ആയിട്ട് പോകുന്നത്. അവർക്ക് സന്താനങ്ങളൊക്കെ ധാരാളമുണ്ട്. അവരാണെങ്കിൽ തരം കിട്ടുമ്പോഴൊക്കെ ഇവരെ ഇങ്ങനെ ഉപദ്രവിക്കാവുന്ന ഉപദ്രവങ്ങൾ മുഴുവൻ നടത്താൻ പാടുവരെ ഒരിടത്തും അടുപ്പിക്കുകയില്ല. അങ്ങനെ നാശം മുഴുവൻ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും യുദ്ധത്തിൽ അവരെല്ലാം നശിക്കുകയും 100 പേരെയും ഭീമസേനൻ തന്നെ കൊന്നു പോകുന്നു. 100 പുത്രന്മാരെയും
കുരുക്ഷേത്ര യുദ്ധത്തില് വസിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഇതിലൊരു ആദ്യത്തെ ഭാഗമൊക്കെ നമ്മൾ ചിന്തിച്ചാൽ വരുന്നത്. കുറേ നാൾ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള അവസ്ഥയിലാണ് ഈ കുന്തി ദേവി ഭഗവാനെ ആശ്രയിക്കുന്ന ഭാഗം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ നല്ലതുപോലെ കുന്തി ദേവി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ഭഗവാനാണ് എന്നുള്ള ചിന്ത ഈ കുന്തി ദേവിയുടെ മനസ്സിലുണ്ട്. അതുള്ളത് കൊണ്ടാണ് നല്ലതുപോലെ ഭഗവാനെ ആശ്രയിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കുന്തി ദേവിയുടെ സഹോദരനായിട്ടുള്ള വസുദേവന്റെ മകനാണ്. എപ്പോഴൊക്കെ ഭഗവാൻ അടുത്തില്ലയോ ആ സമയത്തൊക്കെ കുന്തി ദേവി വിചാരിക്കും ഭഗവാനാണ്. അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കുന്തി ദേവി വിചാരിക്കണം ചിറ്റാണോ അങ്ങല്ലേ ഭഗവാനെ സംബന്ധിച്ചെന്റെ അച്ഛൻ്റെ സഹോദരിയാണ് ചിറ്റയാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്റെ മകനാണല്ലോ എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് കാണുന്നത്. അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ചിന്തയ്ക്ക് അടുത്ത് വരുമ്പോഴേക്കും ഇതാണ് ചിന്തിക്കുന്നത്. എന്ന് മാത്രമല്ല, ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുന്തി ദേവിക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, ആരംഭം മുതലേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കൃഷ്ണനോടി വരും. കൃഷ്ണനോടി ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ സഹായമൊക്കെ കഴിയുമ്പോഴത്തേനും വേണമെങ്കിൽ അടുക്കളയൊക്കെ കയറി എന്തെങ്കിലും പലഹാരം, പ്രത്യേകിച്ച് താല്പര്യമുള്ള സാധനം പലഹാരമൊന്നും അല്ല, വെണ്ണയാണ്, അതൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ വെണ്ണയൊക്കെ എടുത്ത് കഴിച്ചാൽ കഴിയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ കയ്യിലൊക്കെ പറ്റും. ആ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് കൊണ്ടുവന്ന് കുന്തി ദേവിയുടെ സാരിയിൽ തന്നെ കുറച്ചിട്ട് പോവുകയും ചെയ്യും. അതിന് മടിയൊന്നുമില്ല. അപ്പൊ അവിടെ ശരിക്കും വന്ന ആ സമയത്തെല്ലാം ഇങ്ങനെ അടുത്ത് വരുമ്പോൾ വന്നു കഴിയുമ്പോൾ പിന്നെ ചിന്ത എന്താ, ഇത് എൻ്റെ സഹോദരന്റെ മകനാണല്ലോ എന്നാണ്. ഇത് വലിയ നമുക്കും ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ അകലിയിരുന്നില്ലേ ഭഗവാനെ വിളിക്കുള്ളൂ. ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ സത്യത്തിൽ നമുക്ക് പേടിയില്ലേ. ഭഗവാൻ തന്നെ നേരിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നാലോ അതിനും കഷ്ടമാണ് അല്ലേ. നമ്മളിപ്പോൾ ഭഗവാനൊക്കെ പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് കിട്ടുന്നില്ല. വൈകിട്ട് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് വരാന്തയിൽ ഈ നല്ല വർണ്ണനയൊക്കെയുള്ള എന്നൊക്കെ പറഞ്ഞ ഈ വർണ്ണനയൊക്കെ ഉണ്ട്. ഇതേ രീതിയിൽ ഈ മൈപ്പിലൊക്കെ ചൂടി ആ കളറിൽ ഒരാൾ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുന്ന ആളാൽ എന്തായി സന്ധ്യ ആകുകയും ചെയ്തു. ഈ 4 കൈകളും ഒക്കെ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും ആശുപത്രി കൊണ്ടുപോയിട്ടാണില്ലേ, അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കും ഇതാണെന്ന് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, നമ്മൾ അയൽപക്കം കുറെ ആൾക്കാരെ ഇവിടെ വിളിച്ച് കൂട്ടുകയും ചെയ്യും. കാരണം നമ്മുടെ അവസ്ഥയല്ലേ, നമുക്കിത് ഈ കാര്യം പ്രാർത്ഥനയൊക്കെ ഭഗവാനെ കിട്ടുന്ന ഭഗവാൻ മനസ്സിൽ വരണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ശരിക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്താ? നമുക്ക് ഒരുപാട് ബോധക്കേടുണ്ടാകുന്നതിന് സംശയമൊന്നുമില്ല. പൂർണ്ണമായിട്ടുള്ള ഭഗവത് സ്വരൂപത്തെ അതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വർണ്ണനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു സ്വരൂപത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തുമാകട്ടെ അങ്ങനെ ഇരിക്കേ. ഏതായാലും ഇങ്ങനെ തിരിച്ച് ദ്വാരകയിലോട്ട് പോകുന്ന അവസരത്തിൽ കുന്തി ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ നല്ലപോലെ നമസ്കരിക്കുകയാണ്. നമസ്തേ പുരുഷം ഈശ്വരം പ്രകൃതിപരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം. 8ാമത്തെ പ്രഥമസ്കന്ധത്തിന്റെ 8ാമത്തെ അധ്യായത്തില് 18 മുതൽ 26 ശ്ലോകങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്ന കുന്തി സ്തുതി വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്തുതിയാണത്. ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതിയുമാണ്. ധാരാളം സ്തുതികളുണ്ട്. പ്രിയ ഭഗവാൻ ഭഗവാൻ സ്വഭാവം എന്താ? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ആനന്ദം കിട്ടുന്ന ആളാണ് ഭഗവാന്. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ അങ്ങനെയൊക്കെ അർപ്പണം ചെയ്യുന്നത്. ഇവിടുത്തെ അതൊക്കെ ആലോചിച്ച് നോക്കണം. നമ്മൾ സഹസ്രനാമൊക്കെ ചൊല്ലുമ്പോൾ ഈ നാമൊക്കെ ചൊല്ലും. നാമം ചൊല്ലുമ്പോൾ ആലോചിച്ച് നോക്കൂ, ശരിക്കും ഇത്തരം പദങ്ങളുടെ അർത്ഥം എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ അതിൽ പ്രീതനാകുന്ന ആളാണ് ഭഗവാൻ എന്ന് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളിനെ നല്ല പോലൊന്ന് സ്തുതിച്ചാൽ തരക്കേടില്ല എന്ന് കരുതിക്കൊണ്ടാണ് സ്തുതിക്കുന്നത്. അതാണ് ആദ്യത്തെ സ്തുതിയായിട്ടുള്ളത്. സ്തുതിക്ക് അതിൻ്റെതായ വൈശിഷ്ട്യം കൊണ്ടുതാനും മറ്റു ഭാഗങ്ങളൊന്നും മോശമായിട്ടല്ല. എങ്കിൽ പോലും ഓരോ സ്തുതിയും വരുമ്പോൾ അതിനകത്ത് എല്ലാ പലകളുടെ ഘടന എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ പതുക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭഗവാനോട് കൂടുതൽ
അടുക്കാൻ തോന്നുന്നത് എങ്ങനെ ആനന്ദത്തോടു കൂടി സന്തോഷത്തോടു കൂടി എടുക്കാൻ തോന്നും എന്നുള്ളതാണ്. അതാണ് ഇവിടെ സ്തുതിക്കുന്നത്. ഇവിടെ ആ സ്തുതിക്കുമ്പോൾ തന്നെ പറയുന്നത് സർവഭൂതാനാം അന്തർവിഹി അവസ്ഥിതം എന്നവിടെ പറഞ്ഞ ആദ്യത്തെ ശ്ലോകം. സർവഭൂതാനാം അന്തർവിഹി അവസ്ഥിതം, എല്ലാ ഭൂതങ്ങളുടെയും, ഭൂതം എന്ന് പറഞ്ഞാല് ഭവിച്ചതെല്ലാം ഭൂതം. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഭൂതം ഇരിപ്പുണ്ട്, ഇവിടെ നോക്കുമ്പോൾ അവിടെ കുറെ ഭൂതങ്ങൾ ഇരിപ്പുണ്ട്. കാരണം ഭവിച്ചതൊക്കെയാണ് ഈ ഭൂതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉടനെ ചിന്തിക്കും അങ്ങനെ ഭൂതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമേ ഭൂതമായിട്ടുള്ളൂ. മനുഷ്യൻ മാത്രമല്ല, ഭവിച്ചതൊക്കെയാണ്. ഈ കാണുന്ന കേൾക്കുന്നതെല്ലാം ഭൂതങ്ങൾ, ഭവിച്ചതെല്ലാം ഭൂതങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സകല ഭൂതങ്ങളുടെയും അകത്തും പുറത്തും ആണ് ഇങ്ങനെ ഒരുപോലെ സ്ഥിതി ചെയ്യുന്നത്. അതാണ് അന്തർവിഹി അവസ്ഥിതം. അകത്തും പുറത്തും ഒരുപോലെ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ അത് പിന്നെ എന്റെ അവസ്ഥ എന്താ? അലക്ഷ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ മാംസചക്ഷുക്കളാൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളാല്, ഈ പറയുന്ന കണ്ണുകളാലെ കാണാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ പ്രശ്നമല്ലേ, നമ്മൾ സത്യം കാണുന്നുള്ളൂ. നമ്മൾ കാണാത്തത് ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. പ്രകൃതിയെ പരം, പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനാണ് എന്നാണ് പറയുന്നത്. പ്രകൃതിയെ പരം ഈശ്വരം എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും അധികാരമുള്ളവനാണ്. പുരുഷം പരമപുരുഷനായിട്ടുള്ള ആളാണ്. ആദ്യമേയുള്ള വസ്തു അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ഉള്ളിലും പുറത്തും. എന്താണ് നമ്മുടെ ഉള്ളിൽ? അന്തസ്ഥ സർവഭൂതാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രാണൻ എന്നുള്ള അല്ലെങ്കിൽ ജീവൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഉള്ളിൽ. നമ്മുടെ വെളിയിലാണെങ്കിൽ കാലം എന്നുള്ള രീതിയിലാണ്. കാലം എന്നുള്ള രീതിയിലാണ് നമ്മുടെ വെളിയിൽ പിടികൊള്ളുന്നത്. ഉള്ളിലെ പ്രാണനായിട്ടും വെളിയിലെ കാലമായിട്ടും. അതാണ് അന്തർബഹി അവസ്ഥിതം എന്ന് പറഞ്ഞാൽ. ഈ പ്രാണനെ നമുക്ക് പറയാനും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഒരു പക്ഷേ പറ്റുമായിരിക്കും. നമുക്കൊക്കെ പ്രാണനുണ്ട്, ജീവനുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സമയത്തിനെ? കണ്ടിട്ടില്ല. ഈ കാലത്തിനെ കണ്ടിട്ടുണ്ടോ? ഈ കാലം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം ഈ സമയം എന്നൊക്കെ പറയുന്നത് അതിനാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനെ കണ്ടിട്ടില്ല. അകത്താകട്ടെ പുറത്താകട്ടെ ഇത് നമ്മൾ കാണുന്നത്. അതാണ് അലക്ഷ്യം. എല്ലാ ഭൂതങ്ങളുടെയും അകത്തും പുറത്തും ഇത് കുടികൊള്ളുന്നുണ്ടോ എങ്കിലും അതിന് നമുക്ക് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളതാണ്. ഈ കണ്ണുകൊണ്ട് കാണാണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? അത് മായ കൊണ്ട്. അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുന്നത് സത്യത്തിൽ മായ തന്നെയാണ്. അപ്പൊ ഈ മായ കൊണ്ട് മൂടപ്പെട്ടത് കൊണ്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ രണ്ടിനെയും നമുക്ക് നിയന്ത്രണമില്ല. നമ്മുടെ പ്രാണനെ നമുക്ക് നിയന്ത്രണമില്ല, കാലത്തിന് നമുക്ക് നിയന്ത്രണമില്ല. ഈ രണ്ടിൽ നമുക്ക് നിയന്ത്രണമൊന്നുമില്ല. നമുക്ക് ആർക്കും പറയാൻ പറ്റുമോ ഞാൻ ഏതായാലും നാളെ മരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഈ പ്രാണനെ സംബന്ധിച്ചിടത്തോളം വെളിയിലോട്ട് വിട്ട ആ ഒരു ശ്വാസത്തെ തിരിച്ചെടുക്കാൻ ഉറപ്പൊന്നുമില്ല. തിരിച്ചെടുക്കുക ശരി അല്ലേ? തിരിച്ചെടുക്കുകയെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല എന്നാണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളല്ല. സാധാരണഗതിക്കുള്ള നമ്മുടെ രീതിയില് നമ്മുടെ കൺട്രോളിൽ നിന്നും ഇത് വരുന്നതല്ല എന്നുള്ളത്. കൺട്രോളിൽ വരാത്തത് കൊണ്ടാണ് അത് അലക്ഷ്യമാണ്. എന്നാൽ നമുക്ക് അതുകൊണ്ട് അതിനെ കാണാനും പറ്റില്ല. നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് അത് ചെയ്യാന്നൊക്കെ പറയാം. പക്ഷെ ഈ രണ്ട് കാര്യത്തിൽ ഒരു കൺട്രോളും ഇല്ല. അതുകൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. നമ്മൾ ഇപ്പൊ തന്നെ കടന്നു പോകും. നമ്മുടെ സമയം പോവുക. നമ്മള് ഓരോ ദിവസവും ശ്വസിച്ച് കഴിയും തോറും നമ്മുടെ കോട്ടാനൂറ് നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത്ര എണ്ണം കഴിഞ്ഞു. ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറയുന്നത് 23,000 കണക്കൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയാറില്ല. ഓരോ ശ്വാസവും നമ്മൾ എടുത്ത് കഴിയുന്നതോടുകൂടി അതിന്റെ ഓരോന്ന് കുറഞ്ഞിട്ടുള്ള സെക്രട്ടറി വരുന്നത് അല്ലേ? ബാക്കിയെ അതിനകത്ത് വീട് നമുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് എല്ലാത്തിന്റെയും ഉള്ളിൽ നിൽക്കുന്നത്. അതിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അങ്ങനെയുള്ള എല്ലാത്തിന്റെയും ആദ്യം അല്ലെങ്കിൽ തുടക്കക്കാരൻ ആയിട്ടുള്ള അങ്ങയെ പരമപുരുഷനായിട്ടുള്ള പുരുഷൻ എന്ന് പറയുന്ന ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മള് ഈ ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ചെല്ലാറുണ്ട്.
വിഷ്ണുത്തൊക്കെ ചെല്ലാറുണ്ട്. അത് വേണമെങ്കിൽ 1000 തല എന്ന് പറഞ്ഞാൽ പിന്നെ 1000 കണ്ണു മതി. ചെയ്യില്ലേ? അതുകൊണ്ട് ആയിരക്കണക്കിന് ആ എണ്ണത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അതാണ് ഭഗവാന്റെ സ്വരൂപം എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ഇപ്പൊ ഇത് തൊട്ടുള്ള 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ഈ അവതാരങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ട് നമ്മളും ഭഗവാന്റെ 5 കലകളോടുള്ള അവതാരം തന്നെയാണ്. അതായിക്കൊന്നുമില്ല. ഭഗവത് അവതാരം തന്നെയാണ് നമ്മളും. നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ളതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ പ്രകൃതിയെ ആശ്രയിച്ചിട്ട് യോഗമായി ആശ്രയിച്ചിട്ട് ആ പുരുഷൻ എന്ന് പറഞ്ഞ ഒരാള് അതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ രൂപത്തിലൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള സാക്ഷാത് പുരുഷനെ, ആദ്യമായിട്ടുള്ള പുരുഷനെ അതിനെ നമസ്കരിക്കുന്നു. ഇനി ഈ സ്തുതി തീരുമ്പോഴും യോഗേശ്വരാഖില ഗുരു ഭഗവൻ നമസ്തേ അവസാനം 43-ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോഴേ അവിടെ ചെയ്യുന്നതാ അങ്ങനെ നമസ്തേ നമസ്കരിച്ച് തുടങ്ങിയിട്ട് നമസ്കരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതം തുടങ്ങി തന്നെ സത്യം പരം ധീമഹി എന്ന് പറയുന്ന പരമ സത്യം എന്നതിൽ ആവിർഭവിച്ച് അതേ പരമമായ സത്യത്തിൽ തന്നെയാണ് കൊണ്ട് സമർപ്പിക്കുന്നത്. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളെന്താ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം ആ സ്തുതി തീരുമ്പോഴും നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കുറെ വർഷം മുൻപ് എന്നെ പറയാൻ പറ്റുന്നു പണ്ടൊക്കെ എന്നെ പറയുന്നത് ഇപ്പോഴെ അങ്ങനെ പറയുന്നു. ഇപ്പൊ വളരെ ശരിക്കുന്നേ കാണാറുണ്ട്. പൊതുവെ പറഞ്ഞ സപ്താഹ വേദിയിലൊക്കെ നമസ്കരിച്ചിട്ടിരിക്കുക, എഴുന്നേറ്റ് പോകുമ്പോഴും നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് പോവുക ഒരു രീതി ഉണ്ടായിരുന്നു എന്നേ പറയുന്നു. ഒരു ചുരുക്കമായിട്ട് ചിലതൊക്കെ ചിലർ ചെയ്യുന്നത് കാണാറുണ്ട് എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് എന്തിനാ ഈ നമസ്കരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇവിടെ ഇരുന്ന് ക്ഷേത്രത്തിലെ 10 പ്രദക്ഷിണം വെച്ചെന്ന് വിചാരിക്കുക. ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ 10 പ്രദക്ഷിണം വയ്ക്കുന്നവനാണ്. ചിലരുടെ മനസ്സിലില്ലേ, ഞാൻ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുന്നയാളാണ്. ഒരു ദിവസം പോലും മുടങ്ങാണ് ഞാൻ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നയാളാണ്. അപ്പൊ ഇതുപോലുള്ള ഭാവം മുഴുവനുണ്ട് അതിനകത്ത്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ നമ്മള് ഇവിടെ വന്ന് തൊഴുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ പിന്നെ അല്പം പൊങ്ങിയാണെങ്കിൽ പല വേദികളിൽ ചിലപ്പോഴ് ഈ വിഗ്രഹം അല്പം താഴ്ന്നായിരിക്കുന്നത്. അത് ചില ക്ഷേത്രങ്ങളിൽ കാണാം ഈ വിഗ്രഹമാണെങ്കിൽ താഴെയായിരിക്കുന്നത്. നമ്മൾ തൊഴുമ്പോൾ നമുക്ക് തോന്നിയല്ലേ ഞാനിവിടെ ഒന്ന് തൊഴുന്നു ഭഗവാൻ എവിടെയൊക്കെ എന്റെ താഴെയായിരിക്കുന്നത് തോന്നില്ലേ? അതേസമയം നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാല് ഒരു സംശയമല്ല, ഭഗവാൻ മുമ്പിൽ തന്നെ ഇല്ലേ? ഭഗവാൻ മുമ്പിൽ. ഇനി നമ്മൾ നമസ്കരിച്ചു കഴിയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക. നമ്മൾ നമസ്കരിച്ചു കഴിയുമ്പോൾ ആ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു സ്വപ്ന സമയം അത്ര സമയത്തേക്കെങ്കിലും നമ്മളുടെ ഉള്ളിൽ നിന്നും ഞാൻ ഭാവം പോയിട്ടു. ശരിയല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക. അത്രയും ആ സമയത്താണ്. അതിനും മാറും ഞാൻ എല്ലാ ദിവസവും നമസ്കരിക്കുന്നവരാണ് എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. പക്ഷെ നമസ്കരിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും നേരത്തേക്കെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്നും ഞാനുള്ള ഭാവം മാറിപ്പോകുന്നു. അതാണ് ഈ നമസ്കരിക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇവിടെ നമസ്കരിച്ചാണ് തുടങ്ങുന്നത് തന്നെ. കുന്തിദേവി സത്യത്തിൽ കുന്തിദേവിയുടെ സഹോദരന്റെ പുത്രനായിട്ടാണ് നമസ്കരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഞാനിപ്പോ എന്റെ മകന്റെ മുമ്പിൽ നമസ്കരിക്കുമോ? കർമ്മ പ്രജാപതി തന്നെ കർമ്മ പ്രജാപതി ഇവരൊക്കെ മകനായിട്ടുള്ള കപില ഭഗവാന്റെ മുമ്പില് നമസ്കരിക്കുന്നത്. അത് വേണമെങ്കിൽ നമ്മൾ പറയുന്നത് ഭഗവാൻ ആയതുകൊണ്ടാണ്. നമ്മുടെ മക്കളെ ഇല്ല ഭഗവാനായിട്ട് കാണാൻ പറ്റാത്തത്. നമ്മുടെ മക്കളെ ഭഗവാനായിട്ട് കാണാൻ പറ്റും നമ്മൾ വിചാരിച്ചാല്. അവരും ഭഗവത് സ്വരൂപം തന്നെയാണ്, അതിലൈക്യം പറ്റൊന്നുമില്ല. അപ്പൊ അതുപോലുള്ള പ്രവൃത്തിയൊക്കെ അവർ ചെയ്തു വരുമ്പോൾ അത്തരം ആശ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഈ വെറുതെ നമ്മൾ ഈ വീട് കിടക്കുന്നത് മാത്രമല്ല, നമ്മുടെ മകന്റെ അടുത്ത് നമ്മളോട് ശരിയായ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മൾ അതിനെ നമസ്കരിക്കുന്നതിന് തുല്യമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അതാണ് നമസ്കാരം. അത് വെറുതെ നമ്മൾ വീട് കിടക്കുന്നത് മാത്രമല്ല നമസ്കാരം. ആ പറഞ്ഞ ആശയത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അത് നമസ്കരിക്കുക തന്നെയായി എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇനി ഇതേ രീതിയിലുള്ള ഈ ഭഗവാനെ നമുക്ക് കാണാണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ? മായാഗണികാക്ഷണം അജ്ഞാതോത്തരമമ്യം ലക്ഷ്യസീമുഖ
മായിയാകുന്ന യവനികളുണ്ട്. എന്താണ് അങ്ങനെ ആണ് ഇതിനെ മറച്ചിരിക്കുന്നത്. അങ്ങനെ മറച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതേ രീതിയിൽ കാണാനായിട്ട് പറ്റാത്തത്. നമ്മൾ ഈ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തത് മൂഢദൃശ്യാലക്ഷ്യസേ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മൂഢദൃശ്യം എന്ന മാംസക്കണ്ണുകൾ എന്നാണ്. മാംസക്കണ്ണുകൾ നമ്മുടെ ഈ കണ്ണുകളുണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നാണ്. നല്ലതുപോലെ അഭിനയിക്കുന്ന ഒരാള് അല്ലെങ്കിൽ നല്ലതുപോലെ കഥകളി വേഷം കെട്ടി ആടുന്ന ഒരാള്, ഒന്നിൽ കൂടുതൽ കഥകളി വേഷങ്ങൾ വേദിയിലുണ്ട് എന്ന് വിചാരിക്കുക. പൊതുവെ നമ്മൾ പറയാറുണ്ട്, അമ്മമാർക്കാണ് സ്വന്തം മകനെ തിരിച്ചറിയാൻ എളുപ്പം, അല്ലെങ്കിൽ മക്കളെ തിരിച്ചറിയാൻ എളുപ്പം. കാരണം അവർക്ക് മറ്റുള്ളവരെക്കാരും അച്ഛനേക്കാരും കുറെ കൂടി സ്വന്തം മകനെയോ മകളെയോ തിരിച്ചറിയാൻ പറ്റും. കാരണം എന്തെന്നാല് ഈ കുഞ്ഞ് ഒരു പരിധിവരെ അവരുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാണ് എന്ന് മാത്രമല്ല, ഈ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് മുതലേ പലപ്പോഴും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന്റെ വരുന്ന ഭാവവ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ അമ്മമാർക്ക് പറ്റും. ശരിയല്ലേ? ആലോചിച്ചോളൂ, ശരിയല്ലേ? അതല്ല, കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയിട്ടാണോ? കുഞ്ഞൊന്ന് കരഞ്ഞായിട്ട് എന്തിന് കരയുമെന്ന് അമ്മമാർക്ക് പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ പറയാൻ കാരണം, അമ്മമാർക്ക് സന്താനങ്ങളെ തിരിച്ചറിയാൻ എളുപ്പമാണ് എന്ന്. അങ്ങനെ നല്ലൊരു മകൻ നല്ലതുപോലെ വേദിയിൽ നിന്ന് ആടുന്നു, കഥകളി വേഷം കിട്ടി ആടുന്നു എന്ന് വിചാരിക്കുക. അതിൽ 2-3 ആൾക്കാരുണ്ട്. അങ്ങനെ 2-3 ആൾക്കാരുണ്ടെങ്കിൽ മുൻപിൽ തന്നെ എല്ലാവരും അമ്മ വന്നിരിപ്പുണ്ട്, ഈ മകന്റെ അമ്മ വന്നിരിപ്പുണ്ട്. ഈ അമ്മയ്ക്ക് പോലും നല്ലതുപോലെ ആ കഥകളി നടൻ ആടിക്കഴിയുമ്പോൾ ഇതിലേതാണ് എന്റെ മകന് തിരിച്ചറിയാൻ പറ്റില്ല. പൊതുവെ അമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റും, പക്ഷേ ഇതിലേതാണ് എന്റെ മകൻ. 2-3 വേഷങ്ങളുണ്ട് വേദിയിൽ. അപ്പൊ അതിൽ നിന്ന് ഏതാണ് എന്റെ മകന് അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതി. അതുപോലെയാണ് ഭഗവാൻ അങ്ങനെയാണ് ഭഗവാൻ ഇങ്ങനെ നടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അതുപോലെയാണ് ഈ വേഷമൊക്കെ കെട്ടിയിട്ട് ആടുന്നതെന്ന്. അങ്ങനെ വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സാധാരണത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കാണാൻ പറ്റും, നമ്മളെ കൊണ്ട് കാണാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത് മനസ്സിൽ കേൾക്കൊണ്ട് പിന്നെ പറയുകയാണ്, തഥാ പരമഹംസാന മുനീനാമമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം വശ്യേന സ്ത്രീയാൻ. ഈ പരമഹംസന്മാർ എന്ന് പറഞ്ഞാല് ആത്മാ അനാത്മ എന്നൊക്കെ പറഞ്ഞാല് വിവേകികളായിട്ടുള്ള ആൾക്കാരെയാണ് ഈ പരമഹംസന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ നിർമ്മലന്മാരായിട്ടുള്ള നിർമ്മലാത്മാക്കളായിട്ടുള്ള പരമഹംസന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് മുനിമാരെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള മുനിമാരെ അവര് പോലും ഇതേ രീതിയിൽ അവര് പോലും നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാല് അങ്ങനെ തിരിച്ചറിയാൻ അവർക്ക് പറ്റുന്നില്ല. നല്ല ഋഷിമാരെ തിരിച്ചറിയാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നവരെ അവര് വിചാരിച്ചാൽ പോലും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അങ്ങയെ വെറും സ്ത്രീകളായ ഞങ്ങൾ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, സ്ത്രീയായിട്ടുള്ള ഇത് എങ്ങനെ തിരിച്ചറിയാനാണെന്നാണ്. എന്താണ് അത്? ഇങ്ങനെ സ്ത്രീകളായ ഞങ്ങള് ഇനി എങ്ങനെ തിരിച്ചറിയാനാണ്? വിവരമുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്ക് പോലും ഭഗവാനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള ഞങ്ങൾ വിചാരിച്ചാൽ പിന്നെ എങ്ങനെ അങ്ങയെ തിരിച്ചറിയാനാണ്? പിന്നെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതാ? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സ്തുതിക്കാൻ പറ്റുന്നുണ്ട് ഓരോ രീതിയിൽ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമുക്ക് ഭഗവാനെ സ്തുതിക്കാം. ഇത്ര മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ ഓരോ നാമത്തോടു കൂടി അറിയപ്പെടുന്ന അല്ലയോ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്നാണ്. എന്ന് മാത്രമല്ല, ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും നിന്നിട്ട് ഈ അംഗതമായിട്ട് താമരകമായിട്ട് കൂട്ടിയിണക്കിയിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിയിണക്കാൻ കാരണം എന്തെന്നാല് ഈ താമര വളരുന്നത് ചെളിക്കുണ്ടിലാണ്. പക്ഷേ ഈ ഒരു ചെളിയോ യാതൊരു വെള്ളം പോലും ഈ താമര തളത്തിൽ പറ്റത്തില്ല.
അതുപോലെയാണ് ഭഗവാന്റെ സ്വരൂപം. ഭഗവാൻ നല്ലതിലാകട്ടെ മോശത്തിലാകട്ടെ എല്ലാത്തിലും ഭഗവാൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഭഗവാനോട് സ്പർശിക്കത്തില്ല എന്നാണ്. അതുകൊണ്ടാണ് താമരയുമായിട്ട് ബന്ധപ്പെടുത്തി ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും ഇതുപോലെ വർണ്ണിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, വിനീതി പറയുകയാണ്, ഏതെല്ലാം സമയത്ത് എനിക്ക് ദുഃഖങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഓടി ഓടി വന്ന് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അരക്കിലത്തിലാണെങ്കിൽ തീയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ പുരുഷാദർശനം എന്ന് പറഞ്ഞ മാംസഭോജികളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അസസ്സഭ, നേരത്തെ നടന്ന അസസ്സഭയൊക്കെ ഉണ്ട്, വസ്ത്രാക്ഷേപമൊക്കെ ഉണ്ട്, അസസ്സഭയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അസസ്സഭായാണ്. പിന്നെ വനവാസത്തില് കഷ്ടപ്പാടൊക്കെ നടക്കുന്ന സമയത്ത് ആ സമയത്ത് രക്ഷിച്ചിട്ടുണ്ട്. മൃതമൃതം എന്ന് പറഞ്ഞാൽ യുദ്ധം തോറും എവിടെയൊക്കെ യുദ്ധം ഉണ്ടായിരുന്നു അന്നേരമൊക്കെ ആ സമയത്ത് രക്ഷിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഏതെല്ലാം മഹാരഥന്മാരെ അസ്ത്രങ്ങളയക്കുമോ അതൊക്കെ ദ്രൗണി എന്ന് പറഞ്ഞ അശ്വത്ഥാമമാണ്. അശ്വത്ഥാമ പോലെ അസ്ത്രങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഏതെല്ലാം ആപത്തുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭഗവാൻ ഓടി ഓടി വന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ നമ്മൾ സാധാരണഗതിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാറില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് കുന്തി ദേവി ആ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന. എനിക്ക് ജീവിതത്തിൽ മുഴുവൻ വിപത്തുക്കൾ ഉണ്ടായിക്കോട്ടെ എന്നാണ്. എനിക്ക് തുടരെ വിപത്തുക്കൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ആപത്തുകൾ ഉണ്ടായിക്കോട്ടെ. അപുനർഭവ ദർശനം, അതേ രീതിയിലുള്ള ദർശനം എനിക്ക് കിട്ടുമല്ലോ. എന്തിനാണ്? ഇതേ രീതിയിൽ ദുഃഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ. കാരണം നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ്, പല പല തരത്തിലുള്ള ദുഃഖങ്ങൾ വന്നപ്പോഴും അപ്പോഴൊക്കെ ഭഗവാൻ ഓടി ഓടി വന്ന്, ശരിക്കും പറഞ്ഞാല് ജന്മം കൊടുത്ത ദേവകിക്കോ അല്ലെങ്കിൽ വസുദേവക്കോ കൊടുക്കാത്ത സൗഭാഗ്യം പോലും എനിക്ക് തന്നില്ല എന്നാണ്. 19 വർഷത്തിന് ശേഷം അവർക്കൊരു ദർശനം പോലും കൊടുത്തിട്ടുള്ളൂ. ജനിച്ച ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റി. സ്വന്തം അച്ഛനമ്മമാർക്ക് കൊടുത്തത് പോലെ 19 വർഷത്തിന് ശേഷം. പക്ഷെ എന്നെ സംബന്ധിച്ചോ എപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ ഓടി വരും. മനസ്സിൽ ഇങ്ങനെ വേണമെന്നൊന്ന് ചിന്തിച്ചാൽ മതി. അതിന് ഒരു കാര്യമേ ഉള്ളൂ, ആപത്തുകളിലാണെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റു രീതിയിൽ ആലോചിച്ച് നോക്കൂ. നമ്മളും എപ്പോഴാണ് ഭഗവാനെ വിളിക്കുന്നത്? പൊതുവെ നമ്മുടെ സ്വഭാവം എന്താ? ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ. ഇന്നലെ ഏതായാലും നല്ല കാറ്റും മഴയും ഇടിയും ഒക്കെ വന്നപ്പോൾ നമ്മൾ ഭഗവാനെ വിളിച്ചു. ഭഗവാനെ ഇങ്ങനെയൊക്കെ വന്നല്ലോ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കാറ്റും മഴയും വരാണ്ട് അതിനെ സംരക്ഷിച്ച സമയത്ത്, അപകടം വരുത്താൻ സമയത്ത് ഭഗവാനെ ചിന്തിച്ചോ? ചിന്തിക്കുകയല്ല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കത്തില്ല. എപ്പോഴാണ് നമുക്ക് അപകടം വരുന്നത് അല്ലെങ്കിൽ ആപത്ത് വരുന്നത്, ആപത്ത് വരുമ്പോഴേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ചിന്തിക്കാറില്ല. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും, ഇതേതായാലും ഭഗവാൻ വിളിക്കുകയും. ഇത് മാത്രമല്ല, വേണമെങ്കിൽ എല്ലാ ദിവസവും പോയി വിളിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ ഗതി വന്നല്ലോ ഭഗവാൻ. അതാ കൊടുത്തത്, എന്നെ ഈ ഗതിയിലാക്കി തീർത്ത ഭഗവാനാണെന്ന്. അപ്പൊ ഇതൊന്നും ചെയ്യാണ്ടിരുന്നപ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ നല്ല സൗഭാഗ്യം കൊടുക്കും. അതായത് കൊടുത്തത്. അപ്പൊ ഇത് മുഴുവൻ ഭഗവാനെ ഏൽപ്പിക്കുക എന്നുള്ളത് ഇതെല്ലാം നമ്മുടെ പൊതുവെയുള്ള സ്വഭാവം എന്നാണ്. നമുക്ക് ഐശ്വര്യമുള്ള സമയത്ത് നമ്മളതുകൊണ്ട് തിരിഞ്ഞു നോക്കത്ത് പോലും ഇല്ല. അല്ലാത്ത സമയത്ത് നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ശ്ലോകം കൊണ്ട് വേദവ്യാസൻ നമ്മളോട് പറയുകയാണ്, വീണ്ടും ഒന്നുകൂടി ജനിക്കാൻ ഇടയില്ല. അതാണ് പുനർഭവം. കാരണം ഈ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു ജന്മങ്ങളിൽ ഇല്ലാത്തതായിട്ടുള്ള സവിശേഷത മനുഷ്യജന്മത്തിലുണ്ട്. അതല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാല് പുനരവി ജനനം, പുനരവി മരണം നടന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഈ ചക്രത്തിൽ കണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. ദേവീദേവന്മാർക്ക് ശാപം കിട്ടിയ സമയത്ത് പോലും അവരെ ഭഗവാൻ തന്നെ വന്ന് അവരുടെ 3ാമത്തെ ജന്മം ഏതായാലും ശിശുപാലന ബന്ധവക്രമായിരുന്ന സമയത്ത് അവരെ വധിച്ച് ഭഗവാന്റെ അടുത്തോട്ട് എത്തിക്കുകയാണ് ചെയ്തത്. അല്ലെ? ഇതിലാണ് സംഭവിക്കുന്നത്. അപ്പൊ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഉണ്ണുക, ഉറങ്ങുക, ഇണചേരുക, മരിക്കുക. ഇതാണ് 4 ധർമ്മങ്ങൾ പൊതുവെ ഉള്ളത്. ഈ 4 ധർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെയൊക്കെ വൃത്തിയായിട്ട് മറ്റു ജന്തുക്കളൊക്കെ ചെയ്യാറുണ്ട്. ഉണ്ണുക, ഉറങ്ങുക, ഇണചേരുക, മരിക്കുക.
അതുകൊണ്ട് നമ്മൾ വിചാരിച്ചുകൊള്ളുക, ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല മനുഷ്യജന്മം എന്ന്. മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തന്നെത്താണ് നമുക്ക് ഭഗവാനിലോട്ട് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് മനുഷ്യജന്മം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെയുള്ള ഒരു ജന്മം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പുനർഭവ ദർശനം. അതായത് വന്നു ഇനി വീണ്ടും എനിക്ക് വേണോ, വീണ്ടും ജന്മം വേണോ, വീണ്ടും ജന്മം വേണമെന്നല്ല. അതിന് പകരം പതിനെപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് അടുത്ത ജന്മവും വേണമെന്നോ. എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഞാൻ എന്ത് താർക്കൊന്നും കൂടെ എൻ്റെ വീട് എന്ന് പറഞ്ഞ് മരിച്ച് അന്നേ നാരായണ സ്മൃതിക്ക് പകരം അത് അന്നേ എൻ്റെ വീട് എന്ന് പറഞ്ഞ് അടുത്ത ജന്മത്തിന് കല്യായിട്ടെങ്കിലും തിരിച്ച് അതിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, എൻ്റെ വീട്ടില് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ആപത്തുകൾ വന്നോട്ടേ എന്നാണ്. ആപത്തുകൾ വന്നു കഴിഞ്ഞാല് വീണ്ടും യാതൊരു പ്രശ്നം എനിക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ അവിടെ പറയുന്നു. ഈ ഇങ്ങനെ ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് ഓരോ രീതിയിൽ വർണ്ണിച്ച് അവസാനമാണെങ്കിൽ ഭഗവാനെ വീണ്ടും നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? അവസാനം ഭഗവാനെ വീണ്ടും നമസ്കരിക്കുകയാണ്. ശ്രീകൃഷ്ണ, കൃഷ്ണസഖ ഓരോ പദങ്ങളെടുത്ത് വിശേഷിപ്പിക്കുകയാണ്. ഗോവിന്ദ യോഗീശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നാണ്. യോഗീശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞാണ് ഈ ഇങ്ങനെ കുന്തി ദേവി പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഓരോ സ്തുതിയുടെ ഓരോ ശ്ലോകങ്ങൾ ഇതുപോലെ ഓരോന്നായിട്ട് വർണ്ണിച്ച് വരുന്നുണ്ട്. അങ്ങനെയാണ് അവസാനം നമസ്കരിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇങ്ങനെ ശ്രീകൃഷ്ണ, പിന്നെ കൃഷ്ണസഖ അർജുനന് മിത്രമായിട്ടുള്ളവന്, പിന്നെ കൃഷ്ണി ഋഷഭ എന്ന് പറഞ്ഞാല് കൃഷ്ണിയുടെ ശ്രേഷ്ഠനായിട്ടുള്ളവന്, അവയുധൃത എന്ന് പറഞ്ഞ ഭൂമിയെ രോഹിക്കുന്ന രാജന്യ രാജാക്കന്മാരുടെ വംശത്തെ പോലും ദഹിപ്പിക്കുന്നവനെ, അനവർക്ക് വീര്യം ഒരിക്കലും ക്ഷയിക്കാത്ത വീര്യമുള്ളവനെ, ഗോതിജ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും സുരദേവന്മാരുടെയും ആർത്തിഹരാവതാര ദുഃഖങ്ങളെ തീർക്കുന്നവന്. ഇങ്ങനെയാണ് ഓരോ പദങ്ങളുടെയും അർത്ഥം അതേ രീതിയിലാണ് വരുന്നത്. യോഗീശ്വര മഹായോഗിയായിട്ടുള്ള അഖില ഗുരുവോ അങ്ങേ നമസ്കരിക്കുന്നു എന്നാണ് കുന്തിദേവി അവിടെ പ്രാർത്ഥിക്കുന്നത്. ഇത് മാത്രമല്ല, കുന്തിദേവി വീണ്ടും പറയുന്നുണ്ട്, നമ്മളെയൊക്കെ കാണിച്ചുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, ഇതിന് ഇടയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീ മാത്രമാണ്. അതുകൊണ്ട് അതാ വിശേഷ വിശ്വാത്മൻ വിശ്വമൂഷ്ടെ സ്വകേഷമേ സ്നേഹപാശമിമം ധൂതി യഥം പാണ്ഡുഷു. എനിക്ക് അതോടെ എന്തിനോടുള്ളത് അതെനിക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അതെങ്കിലും മുറിച്ചു കളയാന് എന്നെ സഹായിക്കൂ ഭഗവാനെ എന്നാണ്. നമുക്ക് അതല്ലേ കിടക്കുന്നത്. നമ്മുടെ എല്ലാം പ്രശ്നം അവിടെയാണ്. എന്റേത് എന്നുള്ളതാണ് ഈ കിടക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ. അതുകൊണ്ടാണ് ഈ യശോദ മാതാവ് ഭഗവാനെ പിടിച്ചു കെട്ടാൻ നോക്കിയപ്പോഴേ അവിടെ രണ്ടഗ്രഹത്തിന്റെ കുറവാകുന്നതാണ്. ഈ രണ്ടഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനെന്നും എന്റേതെന്നും ഉള്ളതാണ്. ഈ രണ്ടാഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ കുറവാണുള്ളത്. പിന്നെ ഭഗവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ ഭഗവാൻ തന്നെ കൃപയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. നമുക്ക് അതാണ് നമ്മൾ ശ്രമിച്ചിട്ടൊന്നും ആരമില്ല എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അവസാനം ഒന്നുമില്ല. അപ്പോഴും ഇതെല്ലാം കഴിയുമ്പോഴേ ആ ചെറുതായിട്ട് പുഞ്ചിരിച്ചു. അതാണ് മന്ദം ഈ സ്തുതി എല്ലാം കേട്ടിട്ടുടനെ അനുഗ്രഹിക്കട്ടെന്ന് പറയുമോ, ഇങ്ങനെ യാതൊന്നും ചെയ്തില്ല. ഭഗവാൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ എന്നും അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിലേ അതിന്റെ അടുത്ത രണ്ട് ടോപ്പിക്കുകളുടെ രണ്ടും സ്പർശിക്കണമല്ലോ. അതുകൊണ്ട് തുടർന്നാണെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് അടുത്ത അധ്യായത്തിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ അവിടെ ഭീഷ്മസ്തുതിയെപ്പറ്റിയാണ് പറയുന്നത്. കാരണം ഇത് കുന്തിദേവിയെ ആശ്രയിക്കാൻ കഴിഞ്ഞതോടുകൂടി വീണ്ടും ഈ ധർമ്മപുത്രര് ഭഗവാനെ ആശ്രയിക്കുന്ന ഭാഗമാണ്. ഈ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ധർമ്മപുത്രർക്ക് തോന്നുക സത്യത്തില് ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഞാനല്ലേ എന്ന്. അല്ലേ? എനിക്ക് രാജ്യത്തോടുള്ള താല്പര്യം, എനിക്ക് രാജ്യം കിട്ടുമെന്നുള്ള ആഗ്രഹം, ഇത് നിലനിന്നത് കൊണ്ടല്ലേ സത്യത്തില് ഇതുപോലുള്ള ഈ യുദ്ധമെല്ലാം ഉണ്ടായത്. എത്രയോ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ലാണ്ടായിരിക്കുന്നു, എത്രയോ കുട്ടികൾക്ക് അവരുടെ അച്ഛനില്ലാതായിരിക്കുന്നു,
ഈ സമൂഹത്തിൽ മുഴുവൻ എത്രയോ സ്ത്രീകൾക്ക് അവരുടെ സഹോദരന്മാരില്ലാണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് നാശമല്ലേ എന്നാണ്. ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം ആൾക്കാർ സ്വന്തം മക്കൾ വരെ പോയില്ലേ, ഒന്ന് മക്കൾ വരെ പോയിട്ടുണ്ട്. 5 പേരെ അശ്വത്ഥമാവ് വധിച്ചതാണല്ലോ, 8-9 വരെ പോയതാണ്. അതുകൊണ്ട് അവരെ വരെ വധിച്ചതാണ്. അങ്ങനെ വധിച്ചത് കൊണ്ട് ഈ ഇതിനുള്ള കാരണക്കാരൻ ഞാനല്ലേ എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ലഭിക്കുന്നത്. സാമാന്യ രീതിക്കുള്ള വിശദീകരണമോ അല്ല സാമാന്യ രീതിക്ക് സാന്ത്വനോ ഒക്കെ കൊടുത്തിട്ടൊന്നും അതിലൊന്നും അദ്ദേഹം തൃപ്തിയാകുന്നില്ല. അങ്ങനെ വരുന്നതോടു കൂടിയാണ് ഭഗവാൻ ഉടനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇത്തരത്തിലുള്ള മനസ്സിലുള്ള ശങ്കകൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ ഏറ്റവും നല്ലത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലോട്ട് പോകാം എന്നുള്ളതാണ്. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് അവിടെ ഏതായാലും കുറച്ച് ദിവസമായിട്ട് കിടക്കുന്ന ഒരാളുടെ ശരശയ്യന്, അങ്ങനെ ശരശയ്യെ കിടക്കുന്ന ആളിന്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ട് പോയി അദ്ദേഹത്തോട് ഇതെല്ലാം ചോദിക്കാം, ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ഇതെല്ലാം മറുപടി പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ ധർമ്മപുത്രനെ മാത്രമല്ല കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഒരു നീണ്ട ലിസ്റ്റല്ല അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ധർമ്മപുത്രർ മാത്രമല്ലാതെ നീണ്ട ലിസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സമൂഹത്തില് അന്ന് അറിയപ്പെടുന്ന രീതിയിലുള്ള ഋഷിമാര്, ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികള് എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് ഭഗവാൻ ശരിക്കും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ സത്യത്തില് ഈ ഭഗവാന് തന്നെ പറഞ്ഞു കൊടുക്കാൻ ദൈവത്തെ എന്തിനാണ് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയില് നല്ല സുഖമായിട്ടാണ് അവിടുത്തെ കിടപ്പില്ലേ, ശരശയ്യ എന്നൊക്കെ പറയുന്നത്. ശരശയ്യ കിടക്കുന്ന ഈ ആളിന്റെ അടുത്തോട്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് പോകേണ്ട വലിയ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭഗവാന് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിലൊന്നുമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ മറ്റ് സന്നിഹിതരായ, അല്ലെങ്കിൽ ആ സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ ആ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികളെ എല്ലാം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയത്. കാരണം ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന്റെ ദേഹത്യാഗത്തിനുള്ള സമയമായി എന്ന് ഭഗവാൻ അറിയാം. ആ സമയത്ത് ഭഗവാന്റെ ദർശനം മാത്രമല്ല, ഈ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളുടെ മുഴുവൻ സാമീപ്യം കൊണ്ട് ആ ഭീഷ്മർക്ക് അല്ലെങ്കിൽ ഭീഷ്മരുടെ ജീവന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാകാം അതേ ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആ സന്ദർഭത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എങ്ങനെയെന്നാല്, പൊതുവെ നമുക്കൊരു സ്വഭാവമുണ്ട്, നാളെ മുതൽ ആ സ്വഭാവം മാറ്റണം എന്ന് പറയുന്നുമില്ല. എന്താണെന്ന് വെച്ചാല് ഒരാള് മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഓടിക്കൊണ്ടാറുണ്ട് അല്ലേ, ഒത്തിരി ആൾക്കാർ. അതൊന്നും മുമ്പ് ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ആ സമയത്ത് ഓടിക്കൊണ്ട് എന്തിനാ പ്രധാനമായിട്ടുള്ള എന്താണെന്ന് വെച്ചാല് ഇതിനെ ഓടിക്കൂടുക മാത്രമല്ല, എന്നിട്ട് അവിടെയുള്ള മരിച്ചയാളിന്റെ ഏതെങ്കിലും ബന്ധുവിനോട് പോയി കാക്ക പറഞ്ഞിട്ടേ പോയി ഞാൻ വന്നു എന്നുള്ളത് അറിയണം അല്ലേ. ശരിക്കും നമ്മൾ ആലോചിച്ച് മിക്കവാറും ഉള്ള സ്വഭാവം ഞാൻ വന്നു എന്നുള്ളത് വെച്ചാല് ഹാജർ വെക്കുക എന്ന് പറയുന്നത്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ഇതിനല്ലേ പലപ്പോഴും പോകുന്നത്. ഒരാള് മരിച്ചു കഴിഞ്ഞാല് എത്രയും വേഗം ആ ബോഡി മറവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ സെക്കൻഡ് കഴിയും തോറും അത് ജീർണിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വെച്ചോണ്ടുള്ള ഒരിക്കലും ചെയ്യാതെ. അതുകൊണ്ട് എത്രയും വേഗം അതിനെ മറവ് ചെയ്യണം. ആ മറവ് ചെയ്യുന്നതിന് ഉപയുക്തരായിട്ടുള്ള വ്യക്തികള് അവിടെ സന്നിഹിതരായി അതിയാൽ എല്ലാം വിളിച്ചു. അല്ലാണ്ട് കുറെ ജനക്കൂട്ടം ഉണ്ടായിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ല. ഈ ജനക്കൂട്ടം പ്രധാനമായിട്ട് ചെയ്യുന്നത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ. ഞാനും വന്നിരുന്നു, എന്നിട്ട് വേണമെങ്കിൽ കുറെ പറയുകയും ചെയ്യും, ഞാൻ അവന്റെ അച്ഛൻ മരിച്ചപ്പോ പോയതാ, അവരാരും ഇവിടെ തിരിഞ്ഞു നോക്കി പോലുമില്ല എന്ന് പറയാനും മടിയില്ലാത്തവരാണ് പൊതുവെ നമ്മൾ. വ്യക്തിയോട് കേട്ടോ പോവുകയും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആ കൂട്ടത്തില് ഒരു കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സമൂഹത്തില് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെക്കാൾ മിടുക്കരായിട്ട് നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് ഒരു വ്യക്തി വേറെയുള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ളത്. അത് നമുക്കൊക്കെ ഈ ഒരു ചിന്തയില്ലേ, ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാണ്. കാരണം ഞാനാണ് എത്ര ആൾക്കാരുകളൊക്കെ പറഞ്ഞാലും ഒരുപക്ഷെ പരസ്യമായിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പൊതുവെ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ശ്രേഷ്ഠതയുടെ ഒരു ഭാഗത്തെ
കൊടുക്കുന്നതിന് വേണ്ടി ഈ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പോകരുതോ? എന്നാണ് ചോദ്യം. ഓരോ തീർത്ഥസ്ഥാനങ്ങളും തീർത്ഥീകൃതമാക്കി തീർക്കുന്നത് അതുപോലുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടാണ്. അതുപോലുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടാണ്. അതല്ലാണ്ട് മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. നമ്മളിവിടെ നിന്ന് നമ്മൾ സംയുക്തമായിട്ട് ഇവിടെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പരിശ്രമം കൊണ്ടാകാം, പിന്നെ നിങ്ങളൊക്കെ സഹകരിച്ചുകൊണ്ടും ആകാം. എത്ര നല്ല ഇപ്പൊ ഇന്ന് പോലെ എത്ര പേരാണ് സംസ്ഥാനത്തിലുണ്ടായിരുന്നത്? വർഷങ്ങളായിട്ട് ഇതുപോലെ കൂടുതൽ ആൾക്കാരെ കാണുന്ന ഒരു സ്ഥലമാണിത്. ശരിക്കുമായിട്ട് എങ്ങനെ കാണാറുള്ളൂ? നമ്മളിപ്പോ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അറിയാം, ഓരോ സ്ഥലത്തും ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ എന്താണ് നമ്മളൊക്കെ സംയുക്തമായിട്ട് നമ്മുടെ പ്രാർത്ഥന അത് ഏതാണ് ഈ പരിസരത്ത് അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള നമ്മൾ പങ്കെടുക്കുന്നതോടുകൂടി നമ്മളെ പോലും അറിയാതെ ഒരു ശ്രേഷ്ഠത നമ്മളിൽ എത്തിച്ചേരും. അങ്ങനെ ആ ശ്രേഷ്ഠത എത്തിച്ചേരുന്നത് കൊണ്ട് നമ്മളെന്താ ചില ആൾക്കാരെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കാര്യം തൊട്ട് വന്നിച്ചേക്കാം വിചാരിക്കുന്നതാണ്. ആ വ്യക്തി ശ്രേഷ്ഠനാണ് തോന്നുന്നില്ലേ? അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ നമ്മളെല്ലാവരും ശ്രേഷ്ഠതയുള്ളവരാണ്. കുറേ ഗുണങ്ങളെല്ലാം നമുക്കൊണ്ട് ഇല്ലാതെ മറ്റുള്ളവരെ അംഗീകരിക്കുന്നുള്ള നമ്മുടെ ഗുണങ്ങളെ. അപ്പോൾ നമുക്കതിൽ കുറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഗുണത്തിന്റെ ഒരു അംശം ആ ജീവന് കിട്ടണം എന്ന് കരുതിക്കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പോകാൻ പറ്റുമോ? പോകണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ സാന്നിധ്യം പോലും പ്രത്യേകിച്ച് ഇത് ശരിക്കും വരുന്ന ഒരു സന്ദർഭങ്ങളിൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇത് വരുന്നുണ്ട് എങ്കിലും ഇതിനോട് വരുന്ന തൊട്ട് മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ പൊതുവെ ഇപ്പോഴത്തെ മാതാപിതാക്കളെ നോക്കാനായിട്ട് ആൾക്കാരില്ലാത്ത പലയിടത്തും കൊണ്ട് തള്ളുക, അല്ലെങ്കിൽ വേറെ നോക്കാനായിട്ട് ഏതെങ്കിലും ഹോം നേഴ്സോ ഇവർക്ക് ഏൽപ്പിക്കുക, ഇതാണ് താല്പര്യം ചെയ്യുന്നത്. പല മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധനം അവർക്ക് ആവശ്യമില്ല. അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും വരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഒന്നാണെങ്കിൽ കണക്കാ, പത്താണെങ്കിലും കണക്കാം. ഈ മക്കളെ ഒന്ന് കൂടത്തിൽ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ധനം വേണോ? സത്യത്തില് ധനം വേണം. ഇനി എന്താ, നമ്മുടെ സാമീപ്യം കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുന്നത് കൊണ്ട് അവർക്ക് മനസ്സിനൊരു ആനന്ദം വരും. പ്രത്യേകിച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ പലരും പറയുമ്പോൾ ഞങ്ങളിപ്പോ ആരുമില്ലാത്ത അവസ്ഥയിലായി തീർന്നു അല്ലേ? ഞങ്ങൾക്ക് ആരുമില്ല. ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഉദ്ദേശിച്ചു, ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരെ ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നതാ എന്റെ മകനെ, എന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലേ? സത്യത്തിൽ പല ആൾക്കാരുടെ അവസ്ഥ എന്താ വെച്ചാൽ അവർക്ക് കഴിയാൻ വേണ്ടിയിട്ടില്ല, നമ്മൾ മറ്റു സഹായം ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ സാമീപ്യം കൊണ്ട്, പ്രത്യേകിച്ച് ഈ അമ്മമാരാണെങ്കിൽ അമ്മമാരുടെ കാര്യം നമുക്ക് ശരിക്കും മനസ്സിലാവും. മകൻ എത്ര പ്രായമായാലും മകൾ എത്ര പ്രായമായാലും അവരെ വിവാഹമൊക്കെ കഴിപ്പിച്ച് അവർക്ക് മക്കളായി അവരുടെ മക്കളുമായി വിചാരിച്ചു. എന്നാൽ പോലും ആ അമ്മയ്ക്ക് സ്വന്തം മകനാകട്ടെ സ്വന്തം മകളാകട്ടെ അടുത്ത് വരുന്ന സമയത്ത് വേണമെങ്കിൽ തലയിലൊക്കെ തലമുടി മോനെ മോളെ വിളിക്കുന്നതിൽ ഒരു പ്രത്യേക ആനന്ദമുണ്ട്. ശരിയല്ലേ? ആലോചിച്ച് നോക്കിപ്പോയി അവർക്കൊരു ആനന്ദമുണ്ട് അതിനകത്ത്. അതെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇതുപോലെ ചെയ്യാതെ വേണമെങ്കിൽ UK ആയി അല്ലെങ്കിൽ USA ആയി പല സ്ഥലത്തും നമ്മൾ പോയി കിടക്കും. അവിടെ പോയി കിടന്നിട്ട് പിന്നെ വരാൻ വേണ്ടിയിട്ടുള്ള കൊണ്ട് വേറെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുകയാണ്. ഞാൻ ഫ്രിഡ്ജിനോട് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്താ പിന്നെ ആഘോഷമാണ്. അതിനൊക്കെ ചിലപ്പോൾ വരില്ല ആൾക്കാർ. ഇപ്പൊ പിന്നെ ഇവന്റ് മാനേജ്മെന്റുകാരുണ്ട്. ഇവന്റ് മാനേജ്മെന്റുകാരെ അവിടെ ഇരുന്ന് അവിടെ നിന്ന് കാണുന്നത് ഇവന്റ് മാനേജ്മെന്റിൽ കരയാനുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതിന് പൈസ കൊടുത്താൽ അവർ കരിയറും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പദ്ധതി വരെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തേ നമുക്ക് അതിനൊരു സമയം കണ്ടെത്താൻ പറ്റാത്തത്? നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മുടെ പേരൻസിനെ അങ്ങനെയെങ്കിലും നമ്മൾ നോക്കണ്ടേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യത്തിൽ. ഭാഗവതമുണ്ട്, ഭാഗവതത്തിൽ കൂട്ടിക്കൊണ്ട് പോയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. എല്ലാവരും ഇപ്പോഴും മരിച്ചു കഴിയുമ്പോഴത്തേനും അവിടെ ഹാജർ വെക്കാനായിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ സാധിക്കുമെങ്കിൽ ചെയ്യുന്നത് അതിൽ മുൻപ് പോവുക. മാതാപിതാക്കളാകട്ടെ, അല്ലെങ്കിൽ പ്രായം ചെയ്യുന്ന മറ്റു സുഹൃത്തുക്കളാകട്ടെ, അല്ലെങ്കിൽ പ്രായം ചെയ്യുന്ന ഗുരുക്കന്മാരാകട്ടെ, അവരൊക്കെ കാണാൻ പോവുകയും അതൊക്കെ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ചില ഗുരുക്കന്മാർക്ക് അവരെ വളരെ നേരത്തെ പഠിപ്പിച്ചതോ പിന്നെ അതിന് പ്രശ്നം ഉദിക്കുന്നില്ല എന്നും ആകട്ടെ, അല്ലെങ്കിൽ LP സ്കൂളിലൊക്കെ പഠിപ്പിച്ചതോ അവർക്ക് അവരുടെ കുട്ടികള് പഠിച്ചു വന്ന കുട്ടികള് നല്ല ഇതിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് കാണാൻ വരുമ്പോൾ നമ്മൾ ഒന്നും കൊടുത്തില്ല. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിലൊരു ആനന്ദമുണ്ട്. അതാണ് ആവശ്യമായിട്ടുള്ളത്.
അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് വിഷ്ണുപിതാമഹന്റെ മരണസമയം ആസന്നമാകുന്നു. ആ ജീവൻ ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതിന് മുൻപായിട്ട് ഞാൻ മാത്രമല്ല സമൂഹത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളൊക്കെ അവിടെ എത്തിച്ച് അവരിലൊക്കെയുള്ള ആ ഗുണത്തിന്റെ സദ്ഗുണത്തിന്റെ ഒരംശം ആ ജീവന് വേണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇതേ രീതിയിൽ അവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വ്യാഖ്യാന രീതിയിൽ കാണാവുന്നതാണ്. അങ്ങനെ അവിടെ കൊട്ടിക്കൊണ്ടി ചെന്നതോടുകൂടി എപ്പോഴൊക്കെ ഭഗവാൻ എത്താറുണ്ടോ ആ സമയത്തൊക്കെ നല്ലതുപോലെ കാലത്തെ കഴുകി നല്ലപോലെ പൂജിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്ന വിഷ്ണുപിതാമഹനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണെങ്കിൽ എഴുന്നേക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശകാല വിഭാഗമിത് നമ്മൾ തിരുവഴി പാടി തൊഴിലുന്നതൊക്കെ എത്രയോ വൃത്തിയായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് വേണമെങ്കിൽ ഇവിടെയൊക്കെ മാറി നടത്താം അല്ലേ? നമ്മുടെ മനസ്സുകൊണ്ട് വേണമെങ്കിൽ തിരുമേനി ചാർത്തിനൊക്കെ വൃത്തിയായിട്ട് നമുക്ക് മാറി നടത്താൻ പറ്റില്ലേ, അനുസരിക്കാൻ പറ്റില്ലേ? ഇതൊക്കെ പറ്റും. പക്ഷെ നമ്മൾ നേരിട്ട് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് തോന്നിയാണ് ഇപ്പൊ ചിത്രയുടെ പാട്ട് കേട്ടത് ചിത്രക്കാരി ഭംഗിയായിട്ട് ഞാൻ പാടാം നമുക്ക് തോന്നില്ലേ? എന്താ മനസ്സുകൊണ്ടേ ശബ്ദം വെളിയോട്ട് വരുമ്പോൾ അറിയാം പാറപ്പുറത്ത് ചിരട്ടയിൽ കളിക്കുന്ന പോലെയാണ് എന്നുള്ളത്. ശബ്ദം വെളിയോട്ട് വരുമ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ മനസ്സുകൊണ്ട് അതിനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ എല്ലാ തവണയും പോയി വീട് പല കഴിയുമ്പോൾ ഞാനിങ്ങനെ അമ്പലത്തിൽ പോയി എനിക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കേണ്ട കാര്യമില്ല. നിരന്തരം നമ്മൾ പോയി ഏതൊരു രൂപത്തെയാണോ നമ്മൾ ദൈവത്തെ ഉള്ളിലാക്കി വെച്ചത് ആ രൂപത്തെയാണ്. ഒരു രൂപത്തെ നമ്മുടെ ദീപാരാധന തൊഴുതുകൊണ്ട് ദീപാരാധനയ്ക്ക് ആ സമയത്ത് പോയി കണ്ണടച്ച് വയ്ക്കുന്നതിന് പകരം ആ ഒരു രൂപത്തെ നമ്മൾ അതിന്റെ എന്താണോ നമ്മുടെ മനസ്സിൽ നല്ലപോലെ നമ്മൾ ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ പൂജിച്ചോളാനാണ് ദേശകാല വിഭാഗവിധ ദേശത്തിനും കാലത്തിനും വിഭാഗത്തിനും അനുസൃതമായിട്ട് നാം പറയുന്നത്. അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പൊ കോട്ടയത്ത് ചെയ്യുന്ന പോലെയാണ് കണ്ണൂര്, അല്ലെങ്കിൽ അതുപോലെയാണ് കാസർഗോഡ്, അതുപോലെയാണ് കർണാടകത്തില്, അതുപോലെയാണ് തമിഴ്നാട്ടിലെ എന്നൊന്നും നമ്മൾ പറയുന്നത്. ഓരോ ദേശത്തും ഓരോ തരത്തിലുള്ള പൂജാ രീതികളുണ്ടാകും, പൂജാ വിധികളുണ്ടാകുന്നതാണ്. എന്ന് മാത്രമല്ല ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇന്ന് ചെയ്താല് ശരിയാകുള്ളൊന്നുമില്ല. കാലത്തിനനുസരിച്ച് വേണ്ട വ്യത്യാസങ്ങളും ആകാം എന്നുള്ളത്. ഈ വിഭാഗം ഓരോ വിഭാഗം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതുപോലെ അവർ ചെയ്യുന്ന ശരിയല്ല, ഇവിടെ ചെയ്യുന്ന ആളെന്ന് വെക്കത്തിൽ പോയി ചെയ്യും. പ്രത്യേകിച്ച് ഒരാൾ മരിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതെന്താണോ അവിടെ ചെയ്യുന്നത്, ഇതുപോലെ പല ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടില്. ഈ ഞങ്ങളുടെ നാട്ടിലേതാണോ ഒന്നാമത്തെ നാലാ പറഞ്ഞത് അല്ലേ? അത് ഓരോ 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 ഭാഗത്തോടെ ചെയ്യുന്നതാണ്. ഓരോ വിഭാഗത്തിലുണ്ട്. ഇപ്പൊ ഹിന്ദുക്കളിൽ തന്നെ ബ്രാഹ്മണ സമുദായം ചെയ്യുന്ന പോലെ, അതല്ലെങ്കിൽ നായർ സമുദായം ചെയ്യുന്ന പോലെ, ഈഴവ സമുദായം ചെയ്യുന്ന പോലെ, ഇതുപോലെ തമ്മിൽ വ്യത്യാസങ്ങളില്ലേ? ഈ വ്യത്യാസത്തെ ഒന്നും നമ്മൾ അവലംബിക്കാനായിട്ട് നടക്കേണ്ടതായിട്ട് ദേശത്തിനും കാലത്തിനും വിഭാഗത്തിന് അനുസൃതമായിട്ടുള്ള പൂജാവിധികളെ നമ്മൾ സ്വീകരിച്ചുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഹൃദിസ്തംബോധിയാമാസ ദേശകാല വിഭാഗമെത്തുന്നത്. ഇതൊരു അഭൂകഷ്ടം അഭൂവന്യായം യദ്യൂയം അല്ലെ ആരെപ്പറ്റി പറഞ്ഞത്? ഈ പാണ്ഡവരെ പറ്റി എന്തൊരു കഷ്ടമാണ്. വിപ്രധർമ്മ അച്യുതാശ്രയ എന്നാണ് പറയുന്നത്. വിപ്രനെയും ധർമ്മത്തെയും അച്യുതനെയും ചിതിയില്ലാത്തവരെയും ആശ്രയിച്ച പാണ്ഡവരുടെ കാര്യം എന്ത് കഷ്ടമാണെന്ന്. ഒന്നുകിൽ വിപ്രനെ രാവണരെ, അതല്ലെങ്കിൽ ധർമ്മത്തെ, അതല്ലെങ്കിൽ അച്യുതനെ ചിതിയില്ലാത്തവനെ, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കുന്നത് തന്നെ അഭികാമ്യമാണ്. അവർക്ക് ജീവിതത്തിൽ നല്ല അവസ്ഥയുണ്ടാവുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കൂട്ടരെയും ഇവരെ ആശ്രയിച്ചവരാണ്. എന്നിട്ട് പോലും ഇവരുടെ കാര്യം എന്ത് കഷ്ടപ്പാടാണ്. നമ്മളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോന്നൊക്കെ കണ്ടിട്ട് നമ്മൾ വിലപിച്ചിട്ടുള്ള കാര്യം ഭയങ്കര കഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ വേറെ ഒരു കഷ്ടമുള്ള അതിനൊക്കെ കഷ്ടമുള്ളതാണെന്ന് നോക്കൂ, അത് നമ്മുടെ പരിസരത്തുള്ളത് നോക്കൂ. നമ്മുടെ കണ്ണെപ്പോഴും മുകളിലോട്ടാണ് ഇരിക്കുന്നത്. അതിന് ഈ മുകളിലുള്ള കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ആളുകൾ നോക്കിയിട്ടാണ് എന്റെ കാര്യം കഷ്ടാകഷ്ടാണ്. ഈ കുന്നില്ലാത്തവർക്ക് താഴെ നോക്കൂ, അങ്ങനെയാണ് നമ്മൾ അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് അങ്ങനെ വിളിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ്
വീട്ടാണെങ്കിൽ ഇങ്ങനെ എന്തിനായിട്ട് അവിടെ കുട്ടികൾ വന്നോ അതനുസരിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നതും ദാനധർമാൻ മോക്ഷധർമാൻ തുടങ്ങി ഓരോന്നായിട്ട് പിന്നെ ചോദിക്കുന്നതും അതിനെല്ലാം മറുപടിയും വിഷ്ണുപിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണുപിതാമഹൻ അതെല്ലാം പറഞ്ഞു കൊടുത്ത് അതിനുശേഷം വീണ്ടും ഈ ഭഗവാനെ നല്ലതുപോലെ വിഷ്ണുപിതാമഹൻ സ്തുതിക്കുന്നതാണ് ഒരു 11 ശ്ലോകങ്ങളിലായിട്ട് 32 മുതൽ കൊടുത്തിരിക്കുന്ന 9ാമത്തെ അധ്യായത്തിൽ 32 മുതൽ കൊടുത്തിരിക്കുന്ന ആ ശ്ലോകങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വിഷ്ണുപിതാമഹൻ ഭഗവാനെ ഇങ്ങനെ നല്ലതുപോലെ സ്തുതിക്കുന്നതാണ്. സത്യത്തില് ആ സന്ദർഭമായതോടുകൂടി വിഷ്ണുപിതാമഹൻ പിന്നെ കാണുന്നത് നമ്മളെ കാണുന്ന രീതിയിലുള്ള അവസ്ഥയിലൊന്നുമല്ല, പൂർണ്ണമായിട്ടുള്ള ഭഗവത് സ്വരൂപത്തെയാണ്. കാര്യം വേണ്ട കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തോടുകൂടി ഇനി അതെല്ലാം മറക്കുക. അതിനെല്ലാം മറന്നിട്ട് ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ശരിയായ സ്വരൂപത്തെ ഭീഷ്മർക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടിട്ടാണ് ഭീഷ്മര് ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നത്. എന്താണ് ഇനി മതിർവകൽപ്പിത വികൃഷ്ണ ഭഗവതി സാത്വത ഭൂംഗവേ ഭൂമി സുസ്ഭൂമകലേ ക്വചിത്വിഹത്തം ഭവപ്രവാഹമാണ്. ചിലപ്പോഴേ ഭഗവാൻ എന്താ ചെയ്യുന്നത്? സ്വന്തം ആത്മാനന്ദത്തിൽ ഇരുന്നുകൊണ്ട് സ്വന്തം സ്വസുഖം ഉപഗതേ എന്നാണ്, സ്വന്തം ആത്മാനന്ദത്തിൽ ഇരുന്നുകൊണ്ട് പ്രകൃതി ഉപയുഷി, പ്രകൃതി എന്ന് പറഞ്ഞ മായ യോഗമായെ ആശ്രയിച്ചിട്ട് ചില നേരത്തൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ അങ്ങനെ ആനന്ദത്തിന്റെ ഭാഗമായിട്ട് ഇതാണ് സാത്വത പൊങ്കമൻ എന്ന് പറഞ്ഞാല് യാദവ ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. വിഭൂമിനി എന്ന് പറഞ്ഞാൽ ഏവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യാൻ കേൾപ്പുള്ളവൻ, ആനന്ദത്തെ കൊടുക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവതി, അങ്ങനെയുള്ള ആ ഭഗവാനില് വികൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ ഒടുങ്ങി, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ ഒടുങ്ങി, മതി എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധി ഇനി ഉപകൽപ്പിത എന്ന് പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ടു. ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാനാണ് ഭഗവാനെ പൂർണ്ണമായിട്ട് കാണുന്നു എന്ന് പറയുന്നത്. വേറെ ഒന്നിൽ നമ്മൾ പോയി പലപ്പോഴും എന്താ അഹിതുക്ക പ്രതികാരം എപ്പോഴും പറയുന്നുണ്ട്. ഭഗവാനെ ആശ്രയിക്കുന്ന ഹേതുക്കളൊന്നും കൂടാതെ പ്രതിഫലം വീക്ഷിക്കാതെ വേണമെന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും നമ്മൾ പോയി ചോദിക്കുന്നത് എന്താ? അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വായിൽ വരുന്നത് എനിക്ക് അത് തരണം, ഇത് തരണം, പരീക്ഷയിൽ ജയിപ്പിക്കണം, അത് കഴിഞ്ഞ് ജോലി കിട്ടണം, അത് കഴിഞ്ഞ് വിവാഹം നടക്കണം, അത് കഴിഞ്ഞ് എനിക്ക് ഒരു വീട് വെക്കണം. ഇങ്ങനെ നമ്മുടെ ഈ ചോദ്യങ്ങൾ മാത്രമാണ്. നമുക്ക് ശരിക്കും ഭഗവാനെ വേണം നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ മാറ്റിവെച്ചിട്ട് അതാണ് ഇവിടെ വികൃഷ്ണ എന്നുള്ള സകലം മാറ്റിവെച്ചിട്ട് ശരിക്കും ഭഗവാനിലോട്ട് എത്തിച്ചേർന്ന് ഭഗവാനെ നല്ലതുപോലെ കണ്ടുകൊണ്ട് ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ ജീവനെ ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് ഈ പറയണം കമാലവർണ്ണൻ പോലെ അവസ്ഥയൊക്കെയുണ്ടല്ലോ. ഇങ്ങനെ ഈ ഭഗവാന്റെ ദേഹത്തും അതായത് ഈ വിഷ്ണുപിതാമഹനെ സംബന്ധിച്ചിടത്തോളം 9 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോഴേ ദുര്യോധനായി, ദുശാസനായി, ശകുനിയായി, കർണനായി ഇവരൊക്കെ കൂടി വിഷ്ണുപിതാമഹന്റെ ദേഹത്തിൽ എത്തിച്ചേർന്നുണ്ട്. അവിടെ എത്തിച്ചേർന്നിട്ട് ഈ വിഷ്ണുപിതാമഹനെ നല്ലപോലെ കളിയാക്കുന്നുണ്ട്. കളിയാക്കാൻ പറഞ്ഞാലേ ചോറിങ്ങും കൂറങ്ങും, ഇതാണ് ഇങ്ങനെ പറഞ്ഞാൽ കളിക്കുന്നത് അല്ലേ? ചോറിങ്ങും കൂറങ്ങും എന്ന് വെച്ചാൽ ശരീരം എവിടെയാണ്, പക്ഷേ കൂറ് മുഴുവൻ എവിടെയാണ്? അത് മുഴുവൻ പാണ്ഡവരോടാണ്. അതല്ലാണ്ട് വിഷ്ണുപിതാമഹൻ വിചാരിച്ചാൽ യുദ്ധം ജയിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല. അതേപോലെ അങ്ങേയറ്റം പരിഹസിക്കുക. അങ്ങനെ പരിഹസിച്ചതോടുകൂടി നമ്മുടെ കർണനും ശകുനിയുടെ കൂടെ കൈപൊട്ടിച്ചിരിച്ചു എന്നാണ്. നല്ലതുപോലെ അവരെ തിരിക്കാൻ വേണ്ടി പരിഹാസത്തോടുകൂടി അതില് ഒരു ലേശം അപമാനക്ഷതം സംഭവിച്ചതോടുകൂടി അല്ലെങ്കിൽ അഭിമാനക്ഷതം സംഭവിച്ചതോടുകൂടി ഭീഷ്മര് ആ സമയത്ത് തീരുമാനം എടുക്കുന്നുണ്ട്. നാളെ ഞാൻ യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ഒന്നുകില് ഞാൻ പാണ്ഡവരെ പിടിച്ചു കിട്ടും, അതല്ല എങ്കില് ഞാൻ കൃഷ്ണനെ കൊണ്ട് ആയുധം പിടിപ്പിക്കും എന്നൊരു പ്രതിജ്ഞ പേരിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. അങ്ങനെ 10-ാം ദിവസത്തെ യുദ്ധം നടക്കുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അന്ന്
ഈ ധർമ്മയുദ്ധം എന്നൊക്കെ പറയുമെങ്കിലും അതിൽ പാലിക്കേണ്ടതായ വ്യവസ്ഥകളൊന്നും പാലിക്കാതെ ഭീഷ്മപിതാമഹൻ യുദ്ധം ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. ഇപ്പൊ രാവിലെ ആണെങ്കിൽ സൂര്യോദയത്തിന് യുദ്ധം തുടങ്ങുള്ളൂ, സൂര്യ അസ്തമയത്തിന് മുമ്പ് സമർപ്പിക്കും. ഇതിന് മാത്രമല്ല ആയുധമില്ലാത്തവരോട് യുദ്ധം ചെയ്യുക, തോറ്റു പോകുന്നവരോട് യുദ്ധം ചെയ്യുക, ഇങ്ങനെ കുറെ വ്യവസ്ഥകളെല്ലാം മാത്രം. ഈ വ്യവസ്ഥകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അല്ലെ കുട്ടികളോട് ഇല്ല, ഇതെല്ലാം തെറ്റിച്ചുകൊണ്ട് ആരെയും നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ ആക്രമിച്ചപ്പോഴ് അർജുനന്റെ എതിരാളി ആയിട്ടുള്ള കൃഷ്ണന്റെ ദേഹത്ത് പോലും ധാരാളം അസ്ത്രങ്ങൾ പ്രയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ ചെയ്തു ആ സമയത്ത്. അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന് അവിടെ യുദ്ധഭൂമിയിൽ നിന്ന് നല്ലപോലെ വികർത്ത് ഈ കുറുനിരകളൊക്കെ അല്ലെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വീതി കിടക്കുന്ന ആ ഭാവമൊക്കെ വളരെ അളകത്തില്ലാത്ത ആനന്ദം അതിനെ ഞാനിപ്പോൾ കാണുന്നുണ്ടോ. അതുപോലെ അവസ്ഥയാണ് ഞാനിപ്പോ കാണുന്നത് എന്ന് പറയുവാണ്. എന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് അല്ലയോ ഭഗവാനെ, ഈ അർജുനൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ല അർജുനാണോ സത്യത്തിൽ യുദ്ധം ചെയ്തത്? ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപായിട്ട് അങ്ങ് ആ രഥത്തെ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തിയിട്ട് അതിന് പറഞ്ഞു കൊടുത്തല്ല, ആ നിൽക്കുന്നതാണ് ഭീഷ്മർ, ആ നിൽക്കുന്നതാണ് ദ്രോണർ, ആ നിൽക്കുന്നതാണ് കൃപർ. ഇത് സത്യത്തിൽ അതിനെ അറിയാമായിരിക്കണോ? അതിലേക്ക് അറിയാവുന്നതല്ല, അറിയാവുന്നത് ഇങ്ങനെ ഓരോരുത്തരെയും ആയിട്ട് കൗരവപക്ഷത്തുള്ള ഓരോ വ്യക്തികളെയും ഭഗവാൻ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതാണ് സപതി ഭഗവതോ നിശമ്യ മധ്യേന്റെ പറയോ രഥം നിരീശ്യ. ആ വൃക്ഷത്തെ യുദ്ധഭൂമിയുടെ മധ്യഭാഗത്ത് കൊണ്ടുപോയി രഥം നിരീശ്യ, ആ രഥത്തെ കൊണ്ടുപോയി നിർത്തിയിട്ട് അല്ലെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഓരോരുത്തരും അഷ്ണ എന്ന് പറഞ്ഞാൽ ആ നേത്രങ്ങളെ കൊണ്ട് കഷ്ണം കൊണ്ട് നേത്രങ്ങളാണ് അങ്ങയുടെ കണ്ടത്. എന്തിനാണ്? പരസൈനിക് ആയു അഷ്ടാന്നാണ്. പരസൈനിക എന്ന് പറഞ്ഞാൽ ഈ ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന സൈനികരെ ഓരോരുത്തരെയും ആയുസ്സിനെ അങ്ങ് എന്ത് ചെയ്തു? അഷ്ടാകൃതമതി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന കണ്ണുകൊണ്ട് അങ്ങ് അതിനെ ഹരിച്ചു കളഞ്ഞില്ലേ എന്നാണ്. അതിനെ ഹരിച്ചു കളഞ്ഞതല്ലേ എന്നുവെച്ചാൽ ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ആൾക്കാരാണ് എന്ന് അവിടെ നന്ദിനോട് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി ആ നോട്ടത്തോട് കൂടി തന്നെ സത്യത്തില് ഞങ്ങളെ എല്ലാം ഭഗവാൻ മതിച്ചു കളഞ്ഞു. ഇനി ഈ പാർത്ഥസഖ ഇതൊക്കെ വന്ന് വിളിക്കുകയാണ്. അങ്ങനെയുള്ള പാർത്ഥസാരഥിയിലെ എനിക്ക് രതി ഉണ്ടാകട്ടെ എന്നാ പറയുന്നത്. അതിന് ചെയ്യുന്നതെന്താ? ഈ പാർത്ഥൻ ചെയ്യുന്ന പാർത്ഥൻ ഉപകരണം മാത്രമേ ഉള്ളൂ. ഈ അമ്പയച്ചു എന്നുള്ളത് അല്ലാണ്ട് യാതൊരു സത്യത്തിൽ ഞങ്ങളുടെ വധം നടത്തുകാരാണ് അങ്ങനെയാണെന്ന്. ഇതാണ് ഈ ഭഗവാൻ എണ്ണി തീർക്കാന്നൊക്കെ പറയില്ലേ? എണ്ണി തീർക്കാൻ ഓരോരുത്തരെ എണ്ണി തീർക്കാന്ന് പറയും. ഒരു ടിക്കറ്റ് പോയി കിണറ്റിൽ തീർന്നു എന്നാ. അതാണ് നമ്മൾ പറയുന്നത്. ആരോ ഒരാളെന്ന് കണക്ക് നോക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. ഏതായാലും അങ്ങനെ അതിന് കൂടെ ചിത്രത്വങ്ങളുടെ കാര്യം പറയാറില്ലേ? ചിത്രത്വങ്ങളുടെ കണക്കെടുത്തോണ്ടിരിക്കുന്നില്ല. നമ്മൾക്ക് ചെയ്തു തീർക്കേണ്ടത് ആ കണക്കെന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഈ ജന്മം കിട്ടിയ സമയത്ത് എന്തുമാത്രം പ്രാരബ്ധം നമ്മൾ അനുഭവിച്ച് ഇവിടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ടോ ആ പ്രാരബ്ധത്തിന്റെ കണക്ക് എടുത്തോണ്ടിരിക്കുന്നത് തീരുന്നതോടുകൂടി അവിടെ കട്ടിയിരിക്കുന്നു. അതാണ് ഈ കണക്ക് ചിത്രത്തിന്റെ കണക്ക്. ആ കണക്കല്ലേ സത്യത്തിൽ ഇവിടെ വെച്ച് എടുത്തുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ ഇത് സത്യത്തില് അങ്ങനെയുള്ള ഭഗവാനില് എനിക്ക് നിധി ഉണ്ടാകട്ടെ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല എന്നിട്ട് ഭഗവാനോട് പറയുകയാണ് സത്യത്തില് സ്വനിഗമം അപഹായ, സ്വന്തം നിഗമം എന്ന പ്രതിജ്ഞ എന്നുള്ളതാണ്. സ്വന്തം പ്രതിജ്ഞയെ അപഹായ എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം പ്രതിജ്ഞയെ മാറ്റി നിർത്തിയിട്ട് മത്പ്രതിജ്ഞ എന്റെ പ്രതിജ്ഞയെ വ്രതം അധികത്വം സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി വ്രതം അധികത്വം സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞ വ്രതം അധികത്വം എന്നാണ് പറയുന്നത്. അവപ്ലുത എവിടെ നോക്കുകയാണ്? രഥസ്ഥ അവപ്ലുത, രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി. അതായത് ഈ 10ാമത്തെ ദിവസം തത്വദീക്ഷയൊന്നും ഇല്ലാത്ത രീതിയിൽ നിയമമൊന്നും പാലിക്കാണ്ട് ഭീഷ്മർ യുദ്ധം ചെയ്തതോടുകൂടി അവസാനം സഹി കെട്ടിട്ട് ആ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി വരുന്ന വരവുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ
ചാടി ഇറങ്ങി വരുന്ന വരവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കാരണം എന്റെ പ്രതിജ്ഞ എന്ന് പറയുന്നത് പ്രതിജ്ഞ ഒന്നുകിൽ ഞാന് പാണ്ഡവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും, അതല്ല എങ്കിൽ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. ഇവിടെ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ളത് അതാണ് എന്റെ പ്രതിജ്ഞ. എന്റെ പ്രതിജ്ഞ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്നത് സഫലമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വനിഗമം. ഭഗവാന്റെ പ്രതിജ്ഞ നേരത്തെ ഉണ്ട്. ഇവിടേക്ക് അവിടെ ചെന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് ചെന്ന സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടുക ഒന്നുകിൽ ഞാൻ മാത്രം, അതല്ലെങ്കിൽ ബാക്കി സൈന്യമെല്ലാം നിങ്ങള് സൈന്യമെല്ലാം വിരോധനം കൊണ്ടുപോയത് അല്ലേ? ഭഗവാൻ മാത്രമാണ് പാണ്ഡവപക്ഷത്തുള്ളത്. പക്ഷെ അതിന്റെ കാര്യമുണ്ടാകുന്നത് ഞാൻ വരുമ്പോൾ ഞാൻ യുദ്ധത്തിൽ പങ്കാളിയല്ല. ഞാൻ യുദ്ധത്തിൽ വരുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ യുദ്ധത്തിലില്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കൂട്ടത്തിലുള്ള മറ്റ് സേനാനികൾ മുഴുവൻ അവര് കൊണ്ടുപോയി. അതാണ് ഇവിടെ ഞാൻ ആയുധമെടുക്കില്ല എന്നുള്ളത്. സ്വനിഗമം ഭഗവാന്റെ ആ ഒരു പ്രതിജ്ഞ, ആയുധമെടുക്കില്ല എന്നുള്ള ആ പ്രതിജ്ഞയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്റെ പ്രതിജ്ഞയായിട്ടുള്ള ഭഗവാൻ ആയുധമെടുക്കും എന്നുള്ളത് സഫലീകൃതമാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ സത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഭക്തൻ മാത്രം, ആ ഭക്തന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അംബരീഷ് ചരിത്രത്തിലൊക്കെ പറഞ്ഞു അഹം ഭക്തപരാധീന അസ്വതന്ത്ര എന്നൊക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഭക്തപരാധീനനാണ്, ഭക്തർക്ക് ഞാൻ അടിമയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ഭക്തന്റെ പ്രതിജ്ഞയെ, ഞാനാകുന്ന ഭക്തന്റെ പ്രതിജ്ഞയെ സഫലീകൃതമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം പ്രതിജ്ഞയെ പോലും മാറ്റിവെച്ചിട്ട് ആ രഥത്തിൽ നിന്നും ചാടി ഇറങ്ങി വന്നില്ലെന്നാണ്. ആ ചാടി ഇറങ്ങി വന്ന സമയത്താണ് എങ്ങനെയാണോ ഹരിരിവ ഹന്തുവിഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിരിവ ഹന്തുവിഭം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാമതൊരു സിംഹം ഒരു ആനയെ, ഇവം പറഞ്ഞ ആനയാണ്, അപ്പൊ നല്ലൊരു സിംഹം അലറിക്കൊണ്ട് ഒരു ആനയെ കൊല്ലാനായിട്ട് ചാടി വരുന്നത് പോലെ ചാടി വന്നില്ലേ. ഹരിരിവ ഹന്തം വിഭം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ലുന്നതിന് എങ്ങനെ വന്നില്ലേ? ആനയെ കൊല്ലാനായിട്ട് എങ്ങനെയാണോ ഒരു നല്ല ക്രോധത്തോടു കൂടി ഒരു സിംഹം ഗർജിച്ചുകൊണ്ട് ചാടി വരുന്നത്, അതുപോലെ അലറിക്കൊണ്ട് അയ്യോ ഭഗവാൻ എന്നെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് സമീപത്ത് തകർന്നു കിടന്നിരുന്ന ഒരു രഥത്തിന്റെ ചക്രവും എടുത്തുകൊണ്ട് ഓടി വന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. വർണ്ണന എത്ര രസകരമായിട്ടാണ് സ്തുതിയെ വ്യാസവിശാല ബുദ്ധേ എന്നാണ്. വേദവ്യാസന്റെ നമുക്ക് നമസ്കരിക്കാതെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നാണ്. അപ്പൊ സ്വന്തം പ്രതിജ്ഞയെ സഫലീകൃതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ പ്രതിജ്ഞയെ മാറ്റിവെച്ചിട്ട് ഒരു ആനയെ കൊല്ലാൻ വൃദ്ധനായിട്ടുള്ള ഒരു സിംഹം ചാടി വരുന്നത് പോലെ എന്റെ അടുത്ത് ചാടി വന്നില്ലേ. അപ്പോഴും എന്താ ചെയ്യുന്നത്? അപ്പോഴും ഒരു കാര്യമാണ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ചാടി വന്നത് ഒത്തിരിയ, അങ്ങനെ ചാടി ചെയ്യുന്നത് ആ ഒത്തിരിയത്തെ രഥത്തില് ഉപേക്ഷിച്ചിട്ടില്ല. അതായത് ചാടി ഇറങ്ങിയ സമയത്ത് തോളിൽ കിടന്ന ഒത്തിരിയെ ഊർന്ന് അങ്ങനെ രഥത്തിലോട്ട് വീണു എന്നാണ് പറയുന്നത്. അങ്ങനെ ഊർന്ന് വീണത് ഇതിൽ പറയുകയാണ് ആ രഥത്തില് ഇത്രയും ദിവസങ്ങളായിട്ട് ധാരാളം മാരകമായിട്ടുള്ള അസ്ത്രങ്ങളെല്ലാം ഏറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള അസ്ത്രങ്ങളെല്ലാം ഏറ്റ രഥം എപ്പോൾ ഭഗവാൻ അവിടെ ഇറങ്ങുന്നോ അതോടുകൂടിയ തകരും. ഭഗവാന്റെ സാന്നിധ്യം ആ രഥത്തിൽ ഉള്ളിടത്തോളം നേരം മാത്രമേ ആ രഥം നിലനിൽക്കുള്ളൂ. എപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലാതാകുന്നോ അതോടുകൂടി ആ രഥം തകർന്നു. അതുകൊണ്ട് അതിനുണ്ട് രഥത്തിലുണ്ട്. അതുകൊണ്ട് അതും മറ്റൊരു ഭക്തനല്ലേ. ആ ഭക്തന്റെ ആ ഗ്രഹത്തെ, ആ ഭക്തന്റെ ഉള്ളിലുള്ള ആ ഗ്രഹത്തെ അത് നിലനിർത്തുന്നത് ആവശ്യമല്ലേ? കാരണം ഭക്തന്മാരുടെ കാര്യം സാധിച്ചു കൊടുക്കുന്ന ഭാഗമില്ല. അതിനു വേണ്ടിയിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് മനഃപൂർവ്വം തോളിൽ കിടന്ന ഉത്തരീയം ഊർന്നു പോകുന്നു എന്നുള്ള വ്യാജേന അങ്ങയുടെ സാന്നിധ്യത്തെ രഥത്തിൽ ഉറപ്പിക്കുന്നതിനായിട്ട് മനഃപൂർവ്വം എടുത്തിട്ട് പോകുന്നില്ല. ഇതിനാണ് വിഷ്ണു കാണുന്നത്. അങ്ങനെയല്ലേ പോകുന്നത്. ഒരേ സമയത്ത് തന്നെ എന്റെ താല്പര്യം സംരക്ഷിക്കുക, അതോടൊപ്പം നടത്താനുണ്ട്. ഇതുപോലെയാണ് ഭഗവാൻ സംരക്ഷിക്കുന്നത്. ഭഗവാൻ ഒരേ സമയത്ത് നടത്താൻ ഏതെല്ലാം ഭക്തരുണ്ടോ അവരൊക്കെ ആ താല്പര്യങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും എന്നുള്ള എങ്ങനെയല്ലേ വന്നത് എന്ന് പറയുന്നു. ഇനി നാം മറ്റൊരു ചിന്തിച്ചാല് ഏതാണ് ഈ രഥം? ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ രഥം ഏതാണ്? ആ രഥം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരമാകുന്ന ഈ രഥം, അല്ലാതെ ഭഗവാനാകുന്ന പ്രാണൻ
ഇതിനകത്ത് ഉള്ളിടത്തോളം നേരം മാത്രമേ, ആ സാന്നിധ്യം ഉള്ളിടത്തോളം മാത്രമേ ഈ രഥം തകരാതിരിക്കുകയുള്ളൂ. ശരിയില്ലെന്ന് ആലോചിച്ചുകൊള്ളുക അല്ലേ? നമ്മുടെ ശരീരമാകുന്ന രഥം, പ്രാണനാകുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നിടത്തോളം നേരം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആ രഥത്തിൽ നിന്ന് കൃഷ്ണൻ ചാടിപ്പോയാൽ, ഭഗവാൻ ചാടിപ്പോയാൽ അതോടുകൂടി രഥം തകർന്നു, സംശയമൊന്നുമില്ല എന്നാണ്. ഇനി ഈ ഒരുപാട് ആയുധങ്ങളല്ല, ആയുധങ്ങൾ നമ്മൾ ആഹരിക്കുന്നത് മുഴുവൻ, ആഹരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വായുക്കളെ കഴിക്കാൻ എടുക്കുക. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കേൾക്കുന്ന ശബ്ദം, അതൊന്നും ശ്വസിക്കുന്ന വായു, കേൾക്കുന്ന ശബ്ദം, കാണുന്ന കാഴ്ചകൾ തുടങ്ങി എല്ലാം വിഷമാണ്. എല്ലാം വിഷമം ആലോചിക്കാം. നേരെ വെളുക്കുമ്പോൾ മുതൽ ഓരോന്നും പല രീതിയിലാണ്. ശുദ്ധമായ പോലും നൽകുന്നത് നമുക്ക് കിട്ടുന്നില്ല, ശുദ്ധവായു കിട്ടുന്നില്ല, ശുദ്ധജലം കിട്ടുന്നില്ല, നല്ല വാർത്തകൾ കേൾക്കുന്നില്ല, എല്ലാ രീതിയിൽ കിട്ടുന്നില്ലേ, നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. ഇതെല്ലാം പോകുന്നത്. അതുകൊണ്ട് ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഏത് നമ്മൾ എടുത്താലും അതുകൊണ്ടൊക്കെ നമ്മളെ ആസ്വദിക്കുന്ന അവസ്ഥ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതിലെല്ലാം അതാണ് ഈ തീക്ഷ്ണമായിട്ടുള്ള നശീകരണ ശക്തിയുള്ള ഈ അസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. രാവിലെ മുതലല്ലേ നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്നത്. അപ്പൊ എന്തുമാത്രം അസ്ത്രങ്ങൾ നമ്മൾ തന്നെ പ്രയോഗിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ സമീപത്ത് നിന്ന് നമ്മുടെ ദേഹത്തോട്ട് കൊള്ളുന്നു. ഇതൊക്കെ കൊണ്ടിട്ടും എന്താ ഇത് തകർന്നു പോകാതിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് ആ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട്. അതാണ് നമ്മളവിടെ കാണുന്നത്. ഇത്തരം ശ്ലോകങ്ങളിൽ കൂടി അങ്ങനെ തന്നെ നമ്മൾ അതിനെ കാണേണ്ടതായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിനെ വർണ്ണിക്കുന്നത്. അങ്ങനെയൊക്കെ വർണ്ണിച്ച് ശരിക്കും വിഷ്ണുപിതാമഹന് ഏതായാലും ഭഗവാനിലോട്ട് എത്തിച്ചേരുന്ന ആ ഭാഗം അത് ആയിത്തീരുകയാണ്. അങ്ങനെ വിഷ്ണുപിതാമഹന്റെ ദേഹത്യാഗത്തെ പറ്റി ഓരോ ശ്ലോകങ്ങളും ഇതുപോലുണ്ട്. തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ഉണ്ട് ഇതേ രീതിയിൽ ഓരോന്നോരോന്നായിട്ട് വർണ്ണിക്കുക. അങ്ങനെയുള്ള ഭഗവാനില് എനിക്കെന്നും വിധിയുണ്ടാകട്ടെ, എന്റെ ആശ്രയമാകട്ടെ, അങ്ങനെ എനിക്ക് ഈ വൈകുണ്ഠ പ്രാപ്തിയിലോട്ട് അവസ്ഥ എത്തിച്ചേരട്ടെ എന്നുള്ള രീതിയിൽ ഏതാണ്ട് 59ാമത്തെ ദിവസോമിതിയാണ് ഇതേ രീതിയിലൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നത്. വിഷ്ണുപിതാമഹൻ കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 59 ദിവസം നമുക്ക് കണക്ക് പറയുന്നു. ശരി എന്തോ ആകട്ടെ. അന്നേരം അപ്പോഴാണ് ഇതേ രീതിയിലുള്ള ഈ സാന്നിധ്യവും അങ്ങനെ ആ വരുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാല് പിതാമഹന്റെ ദേഹത്യാഗത്തിനുള്ള സമയമായിരുന്നാണ്. കാരണം സ്വച്ഛന്ത മൃത്യു നേരത്തെ വരവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സ്വച്ഛന്ത മൃത്യു എന്നുള്ള വരവൊക്കെ അത് ഭീഷ്മരുടെ പൂർവ്വകഥ അത് നമ്മൾ എടുത്ത് നമുക്ക് മനസ്സിലാകും സ്വച്ഛന്ത മൃത്യുവിന്റെ സന്ദർഭം എന്താണെന്നൊക്കെ. അങ്ങനെ ആ സ്വച്ഛന്ത മൃത്യു എന്നുള്ള അവസ്ഥയായിത്തീരുന്നു. ഇനി നമ്മുടെ ജില്ലയിൽ ഉത്തരായനം എന്ന് പറഞ്ഞാല് ദക്ഷിണ ഭാഗത്തു നിന്നും വടക്കോട്ട് സൂര്യൻ സഞ്ചരിക്കുന്നതാണ് എന്നും നമ്മൾ പലപ്പോഴും അതേപ്പറ്റി പറയാറുണ്ട്. പുണ്യകാലമാണ് എന്നും. മറ്റു രീതിയിൽ അതിനെ കണ്ടാല് ഉത്തരായണം എന്ന് പറഞ്ഞാല് ഉത്തര കാണിച്ചു തന്ന അയനം. ഉത്തര കാണിച്ചു തന്ന വഴി. നിങ്ങളുടെ ഉത്തരാദേവി കാണിച്ചു തന്ന വഴി എന്തെന്നാല് അന്യത്വഭയം, അങ്ങല്ലാണ്ട് വേറെ ആരും എനിക്ക് അഭയമില്ല എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെയാണ് ഉത്തരദേവി ആശ്രയിച്ചത്. അന്യത്വഭയം എന്നാണ് പറഞ്ഞത്. അങ്ങല്ലാണ്ട് വേറെ ആരും എനിക്ക് ആശ്രയമില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിക്കും. അതാണ് ഉത്തര കാണിച്ചെന്ന്. അതിനല്ലേ ഇപ്പോൾ ഭഗവാൻ ഭിക്ഷ ചെയ്യുന്നതും ഭഗവാനെ ആശ്രയിക്കുകയാണ്. ഓരോരോ വർണ്ണങ്ങൾ കൊടുത്ത് ഭഗവാനെ സ്തുതിച്ച് ഭഗവാനെ ഭഗവാൻ അല്ലാണ്ട് വേറെ ആരും ആശ്രയമില്ല എന്നുള്ള അവസ്ഥ. അത് നമുക്ക് ഉത്തരായനമായിട്ട് എടുക്കാവുന്ന. അങ്ങനെ ഈശ്വരന്റെ ശരീരത്യാഗം അല്ലെങ്കിൽ ആ ദേഹത്യാഗത്തെ പറ്റി അറിയുന്നു. അങ്ങനെ ദേഹത്യാഗം വരുമ്പോഴ് നമുക്ക് ഒരു കാര്യം വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പൊതുവെ നമ്മളുടെയൊക്കെ ജീവൻ പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തുള്ള നവദ്വാരങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൂടിയാണ് നമ്മുടെ ജീവൻ പലപ്പോഴും പോകാറുള്ളത്. എന്നാൽ അതേസമയം ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അന്ധശ്വാസം ഉപാരമത എന്നാണ് പറഞ്ഞിരുന്നത്. സോ അന്ധശ്വാസം ഉപാരമത എന്ന് പറഞ്ഞാല് അതിനെ ഉള്ളിലോട്ട് ഉപരമിച്ചു എന്നാണ് പറയുന്നത്. ഈ ബഗർ എന്നുള്ളത് അതിന് പകരം ഉള്ളിലോട്ട് തന്നെ സാംശീകരിച്ചു കളഞ്ഞു എന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ഈ ഭീഷ്മസ്തുതിയുടെ പരിസരത്തൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോഴുള്ള ചെറിയ ആശയം മാത്രം. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ക്രെഡിറ്റ് പോകേണ്ടത് നമ്മുടെ ആചാര്യത്തിൽ തന്നെ. അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും പറയുന്നത് കേട്ട് ആ ആശയത്തെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും